സിനിമ ആരെയൊക്കെ ഊക്കി വിടുന്നുണ്ട്. അത് ആരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇതെന്താ ഉദ്ദേശിച്ചത്. ഇടയ്ക്കിടയ്ക്ക് ഊമ്പിക്കോ ഊമ്പിക്കോ എന്ന് പറയുന്നുണ്ട്. ഓരോ തവണ പറയുമ്പോഴും തിയേറ്ററിൽ ഫുള്ള് ചിരിയായിരുന്നു. നൊസ്റ്റാൾജിയ പോൺ എന്ന് പറഞ്ഞാൽ അത് ഇതാണ്. സിനിമ ഇറങ്ങാൻ പോകുമ്പോൾ ഉള്ള ഒരു നന്മവരം കളിയുണ്ടല്ലോ, അത് ഇനി എല്ലാവരും ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ വലിയ ഉപകാരം. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി ജൂണിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു ലോഡ് സിനിമകളാണ്, സീരീസുകളും വരുന്നുണ്ട് ഈ ഒരു മാസം. വെൽ പാക്ഡ് ആണ്. നമുക്ക് ആഴ്ചയിൽ മുഴുവൻ കാണാനുള്ള സീരീസുകളുണ്ട്. സാറ്റർഡേ സൺഡേ ഫ്രൈഡേ ഒക്കെ ആയി കഴിഞ്ഞാൽ കാണാനുള്ള സിനിമകളുണ്ട്. അത് ഓരോ ആഴ്ച 2, 3, 4 വെച്ചിട്ടൊക്കെയാണ് സിനിമകൾ ഇറങ്ങുന്നത്. അത് ചിലതൊക്കെ ഫ്ലോപ്പ് ആവുന്നു, വിചാരിക്കാത്തതൊക്കെ ഹിറ്റാവുന്നു. വിചാരിക്കാണ്ട് ഞാൻ പോയി കണ്ട കഴിഞ്ഞ ആഴ്ച ഞാൻ നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബുധനാഴ്ച പോയി കണ്ടതാണ് ബ്ലാസ്റ്റ്. ആരെങ്കിലും വിചാരിച്ച 2026 അർജുൻ്റെ ഒരു സിനിമ ഹിറ്റാവും? അതും ഏതോ ഒരു ഡയറക്ടർ എടുത്ത ഒരു സിനിമ. മറ്റേ ലവ് ടുഡേൻ്റെ ഒക്കെ അസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന ഏതോ ഒരു പയ്യനാണ് എടുത്തിരിക്കുന്നത്, സുഭാഷോ അങ്ങനെ ഏതോ ഒരു സുഭാഷ് കെ രാജ. ഏതാ റൈറ്റിംഗ് മോനെ, സാധാ ഒരു കഥ, പക്ഷെ അതിന് അവർ കൊടുത്തിരിക്കുന്ന ഒരു സംഭവം കുറേ മൊമെൻറ്റ്സ് തിയേറ്ററിൽ ഇരുന്ന് മറ്റേ എന്ന് പറയാൻ പറ്റുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം വർക്കായ ഒരു സിനിമ. കേരളത്തിൽ നിന്ന് 8 കോടിയോ എന്തോ ഈ കളക്ഷൻ. ആലോചിച്ച് നോക്ക്, കേരളത്തിൽ നിന്ന് ഒരു അർജുൻ്റെ സിനിമ മൊത്തം 36 കോടിയോ 16 കോടിയോ എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവം? ഈ കംബാക്ക് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരില്ലേ, അവരൊക്കെ ഇങ്ങനത്തെ സിനിമയാണ് ആക്ച്വലി ചെയ്യേണ്ടത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 16 കോടി, മൊത്തം 37 കോടി മൊത്തം കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം? ഈ വെറുതെ അനാവശ്യമായിട്ട് ഈ കംബാക്ക് വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ആക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അർജുൻ്റെ കംബാക്ക് ആയില്ലത്. തമിഴ്നാട്ടിൽ എല്ലാ സിനിമയും ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആകെ കറുപ്പ് മാത്രമാണ് കുറേ കൊല്ലത്തിന്, കഴിഞ്ഞ കൊല്ലം ഒരു സിനിമയും ഹിറ്റായിട്ടില്ല. ഈ കൊല്ലമാണ് ആകെ ആ കറുപ്പൊന്ന് ഹിറ്റായത്. കറുപ്പിന് ശേഷം അതിന് ഫുള്ള് മലയാളമാണോ തമിഴ്നാട്ടിൽ സിനിമകൾക്ക് അറിയില്ല. ഒരു റാൻഡം സിനിമ ഞാൻ എൻ്റെ ലോക്കൽ തിയേറ്ററിലാണ് പോയത് സെക്കൻഡ് ഷോയ്ക്ക്. തിരക്ക് എന്ന് പറഞ്ഞാൽ ഹൗസ് ഫുള്ള്. ഇവരുടെ ഈ തിയേറ്ററുകാരുടെ ഒരു വാട്സപ്പ് ചാനലിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഈ ഹൗസ്ഫുള്ളായി കഴിഞ്ഞാൽ ഇവർ മറ്റേ ഫോട്ടോ ഒക്കെ എടുത്തിടും. അപ്പോൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഇങ്ങനെ ഹൗസ്ഫുൾ പറഞ്ഞിട്ട് ഈ ഫോട്ടോ ഞാൻ അങ്ങനെ കാണുന്നുണ്ട്. ഇതൊക്കെ ഉള്ളതായിരിക്കും ഈ സിനിമയ്ക്ക് ഇത്രയും ആൾക്കാർ. കുറച്ച് പേര് റിവ്യൂ പറയണൊക്കെ കേട്ടു. ശരി, ഇപ്പോൾ അർജുൻ്റെ മറ്റേ പഴയ അർജുൻ മുതൽവനം മറ്റേതൊക്കെ അഭിനയിച്ച ആ സമയത്തുള്ള ഫാൻസ് ഇപ്പോഴും ഉണ്ടാവും. പുള്ളിയുടെയൊക്കെ സിനിമയ്ക്ക് ഇത്രയും ഫാൻസോ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ കാണാൻ വരണ്ടേ? സിനിമ ഇപ്പം എത്ര നല്ല സിനിമ ഇറങ്ങണം, എല്ലാവരും പോയി കാണുന്നുണ്ടോ? തമിഴ്നാട്ടിൽ ഞാൻ ഏതാ കണ്ട്, ലവ് ടുഡേ അത്യാവശ്യം നല്ല സിനിമയായിരുന്നു. ഞാൻ തന്നെ റിവ്യൂ ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ. നൈസ് സിനിമയായിരുന്നു, ഒരു റൊമാൻറ്റിക് സിനിമയായിരുന്നു. ആ ഒരു വാലൻറ്റൈൻസ് ഡേ ആ ഒരു വീക്കിലായിരുന്നു സിനിമ ഇറങ്ങിയതും. നല്ല സിനിമ കൊണ്ട് നമ്മുടെ ഇവിടെയൊക്കെ പോയി ഹൗസ്ഫുള്ളും മറ്റേതൊന്നും ആയിട്ടില്ലല്ലോ. പക്ഷെ ഇതങ്ങനെയല്ല, ഇതെന്തോ ഒരു റാൻഡം സംഭവം, ഇങ്ങനെ ഒരു അനോമലി എന്നൊക്കെ പറയുന്ന പോലത്തെ ഫുൾ ക്രൗഡ് ഫാമിലി ഓഡിയൻസ്. ഇതിപ്പോൾ ഇനി ആക്ഷൻ കിങ് മറ്റേ ആക്ഷനിലേക്ക് തിരിച്ചു വന്നു, ആ ആക്ഷൻ കാണാനാണ് വന്നിരിക്കുന്നത് തോന്നുന്നു. ഇതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ റിവ്യൂവേഴ്സ് കാരണം സിനിമ ആൾ കയറില്ല എന്ന് പറയുമല്ലോ. അപ്പോൾ ഇവിടെ നേരെ തിരിച്ചല്ലേ, ഇവിടെ എല്ലാവരും റിവ്യൂ ചെയ്തിട്ടുണ്ട് ഇതിനെ. ഇപ്പം ഞാൻ തന്നെ ഈ സിനിമ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് എന്ന് അറിഞ്ഞതേ ഇവരൊക്കെ റിവ്യൂ ചെയ്തുകൊണ്ടാണ്. റീലോഡ് മീഡിയയും മറ്റേ കോക്കും ഉണ്ണി വ്ലോഗ്സിൻ്റെ ഒക്കെ വീഡിയോ കാണുമ്പോൾ ബ്ലാസ്റ്റ് ഭയങ്കര റിവ്യൂ ആയിരിക്കുന്നു, എന്നാൽ പോയി കാണാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബുധനാഴ്ച പോയി കണ്ടത്. ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി കണ്ട് ഞാൻ റിവ്യൂ പറയില്ല, ഇതൊക്കെ ഏത് സിനിമ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടതാണ്. സോ ഇതാണ്. അപ്പോൾ ഈ ആൾക്കാർക്ക് എങ്ങനെ വന്ന് അതാണ് എൻ്റെ ഷോ. ഞാൻ ഈ ഫുൾ ക്രൗഡ് കണ്ടപ്പോൾ ഞാൻ സത്യം വിചാരിച്ച് ഇവന്മാർ വെറുതെ ഹൗസ്ഫുൾ പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ടായിരുന്നു കേട്ടാ. പോയി കണ്ടപ്പോഴാണ് ഇതെന്താ ഇത് ശരിയായ ഒരു, അത് എൻ്റെ ലോക്കൽ തിയേറ്റർ പറഞ്ഞാൽ അമ്മാതിരി ഹിറ്റായ സിനിമ മാത്രമേ അവിടെ അത്ര ആളൊക്കെ വരുള്ളൂ. അല്ലെങ്കിൽ ഈ ബുധനാഴ്ചയൊക്കെ ഹൗസ്ഫുൾ ഒരിക്കലും ആവില്ല. ഇത് ഞാൻ പോയി കണ്ട ഫുൾ ഹൗസ്ഫുള്ള്. സാറ്റർഡേ സൺഡേ പിന്നെയും ചിലപ്പോൾ ആയാലും ആവും. അതും അപ്പുറത്ത് ദൃശ്യം 3 ഉണ്ട്,
ഇത്രയും ഹിറ്റായിട്ടുള്ള മോഹൻലാലിൻ്റെ 200 കോടിയൊക്കെ കളക്ട് ചെയ്ത ദൃശ്യം അപ്പുറത്തുണ്ട്, എന്നിട്ടും ഇത് ഹൗസ്ഫുള്ളാണ്. അതാണ് അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, റിവ്യൂവേഴ്സ് കാരണമായിരിക്കുമോ ഈ സിനിമയ്ക്ക്, അല്ലാണ്ട് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് ഇതൊക്കെ അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടാൽ അത് സാധാ സിനിമ നല്ല എല്ലാവർക്കും തോന്നുക. ഞാനൊരു ട്രെയിലറൊക്കെ നോക്കി, അപ്പോൾ നോക്കുമ്പോൾ ഇത് സാധാ ഈ മറ്റേ തന്നെ വീട്ടിൽ കയറുമ്പോൾ ദൃശ്യം പോലെ തന്നെ വീട്ടിൽ വരും വില്ലന്മാർ, അവരിനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഓടിക്കും. ഇത് കുറച്ച് ഫൈറ്റ് എന്തൊക്കെയോ ആണ്, വീട്ടിലെല്ലാവരും ഫൈറ്റിങ് അറിയുന്ന ആൾക്കാരാണ്. അപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ചിന്ത. അപ്പോൾ ശരിക്കും അങ്ങനെ പറയാൻ പറ്റുമോ, റിവ്യൂവേഴ്സ് കാരണം തിയേറ്ററിലേക്ക് വരില്ല, ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? തിയേറ്ററിലേക്ക് വരുന്നതോ വരാത്തതോ ഒക്കെ ആൾക്കാരുടെ ഇഷ്ടം, പക്ഷെ ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്. തല്ലിപ്പൊളി സിനിമ തല്ലിപ്പൊളി എന്ന് പറയും, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, അതൊക്കെ ഓക്കെ. പക്ഷേ ഇൻഫ്ലുവൻസ് ഇല്ല എന്നൊക്കെ പറയുന്നത് ചെറുതായിട്ടൊരു ഇതല്ലേ, ഒരു നൈസ് ഞങ്ങൾ ഇതിലൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ എന്ന് എനിക്ക് ഇവിടുത്തെ ആ തിരക്ക് കണ്ടപ്പോൾ തോന്നി. ഓക്കെ, ഞാൻ ഇനി ബ്ലാസ്റ്റിൻ്റെ റിവ്യൂ ഒന്നും ഞാൻ പറയുന്നില്ല, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഈ ഒരു ആഴ്ചയും കൂടി, ഈ 2-3 ദിവസം കൂടി ഉണ്ടാവുള്ളൂ, ഇനി അത് കഴിഞ്ഞാൽ തിയേറ്ററിൽ പോവുകയും ചെയ്യും. അപ്പോൾ എന്തായിക്കോട്ടെ, നല്ല കളക്ഷൻ കിട്ടി, ഒരു ഹിറ്റ് സിനിമ തമിഴ്നാട്ടിൽ. ഇത് എത്ര തന്നെ ബഡ്ജറ്റ് ഉണ്ടാവും, ചെറിയ ബഡ്ജറ്റായിരിക്കും എല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് ദേ ആർ പ്രോഫിറ്റബിൾ റൈറ്റ് നൗ. ഈ ഇതെടുത്ത് ആളെ ആലോചിച്ച് നോക്ക്, എൻ്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ എടുത്ത ആൾ ഫസ്റ്റ് ഡേ 8 ലക്ഷമാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ. ഫസ്റ്റ് ഡേ ഇപ്പോൾ വരുമ്പോഴേക്കും 8 കോടിയായി. ഇതാലോചിച്ച് നോക്ക്. അർജുൻ്റെയൊക്കെ സിനിമ ഒരു ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എടുക്കാൻ പറഞ്ഞാൽ എത്ര തന്നെ കൊടുക്കണം, ഒന്നും കൊടുക്കേണ്ടി വരില്ല, അയാൾക്ക് ലോട്ടറി ആയി, ആരാണാവോ. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു ഈ ആഴ്ച നടന്നൊരു അനോമലിൻ്റെ കാര്യം. പിന്നെ ഞാനിപ്പോൾ വീണ്ടും ഫോർ ഓൾ ദി മാൻകൈൻഡ് ഉണ്ടല്ലോ, മറ്റേ ആ ഒരു സ്പേസ് റേസിൻ്റെ സീരീസ്, ഞാനത് റീവാച്ചല്ല, ഞാൻ ആക്ച്വലി വിചാരിച്ചത്, ഞാനത് ഫസ്റ്റ് സീസൺ കുറച്ച് കണ്ടിട്ട് നിർത്തി. അല്ല, ഫസ്റ്റ് സീസൺ മുഴുവൻ കണ്ടിട്ട് നിർത്തി. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇത്രേ ഉള്ളൂ ഇറങ്ങിയിട്ടുള്ളൂ, ഇനി ഇറങ്ങണുള്ളൂ എന്ന് പറഞ്ഞിട്ട് അന്ന് എപ്പോഴോ നിർത്തിയതാണെന്നാണ് തോന്നുന്നത്. ആ കോവിഡിൻ്റെ ഒക്കെ സമയം കഴിഞ്ഞിട്ടുള്ള സമയത്ത് എന്തോ ആണ്. പിന്നെ ഞാനത് മൈൻഡ് ചെയ്തില്ല. പിന്നെ ഇപ്പോൾ എടുത്ത് നോക്കണം, ഇതിൽ 5 സീസൺ ഉണ്ട്. അത്ര 5 സീസൺ ഉണ്ട്, നൈസ് എപ്പിസോഡ്സും, ഓരോ സീസണിൽ 10-12 എപ്പിസോഡ്സ് എന്തൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങോട്ട് കാണാൻ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഞായറാഴ്ച കാണാൻ തുടങ്ങിയാണ്. ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പോൾ 3rd സീസൺ റണ്ണിങ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മളിങ്ങനെ കിടിലൻ സീരീസുകൾ നമ്മളിങ്ങനെ പിന്നെ കാണാൻ തൊട്ട് വീഡിയോല്ലോ, അതെല്ലാം അങ്ങനെ ഒരു 5-6 സീസണൊക്കെ ഇറങ്ങി. അത് ഓരോ സീസണിൽ ഒരു 10-12 എപ്പിസോഡ്, അത് ഓരോ കിടിലെ കഥയൊക്കെ ഭയങ്കര രസമായിട്ടാണ് പോകുന്നത്. നമുക്ക് കുറേ ജിയോ പൊളിറ്റിക്സും ഈ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഈ മൂണിൽ സ്പേസിൽ നടക്കുന്ന യുദ്ധമല്ല, സ്പേസിൽ ആരാണ് ഏറ്റവും കൂടുതൽ സ്പേസ് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള സ്പേസ് ടെക്നോളജി ആരാണ് ആദ്യം ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണല്ലോ ഈ സ്പേസ് റേസ്. അപ്പോൾ അതിൻ്റെയാണ് ആ ഒരു അതിൻ്റെ ജിയോ പൊളിറ്റിക്സും അതിൽ വരുന്ന കുറേ കാര്യങ്ങളും ഇത് ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ ഓൾറെഡി നടന്നിട്ടുള്ള കുറേ സംഭവങ്ങളെ കണക്ട് ചെയ്തിട്ട് കിടിലൻ. അത് ഓരോ എപ്പിസോഡ് ഓരോ മണിക്കൂറാണ്, തീരുന്നേ ഇല്ല. 2-3 ദിവസമൊക്കെ ഉറങ്ങാണ്ട് രാവിലെ വരുന്നത്, എന്നിട്ടും തീരുന്നില്ല. ഇനിയും 2 സീസൺ ഉണ്ട്. സോ അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ തിയേറ്ററിൽ പോയിട്ട് മോളിവുഡ് ടൈംസും നമ്മുടെ അഭിനവ് സുന്ദറിൻ്റെ ജീവിത കഥ കണ്ടു. രണ്ടാമത് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് മേട്ടൻ്റെ സിനിമ കാണണോ, പരിമള ആൻഡ് കോ കാണണോ. അതിൻ്റെ ട്രെയിലറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് ഫണ്ണാണ്, ഒരു ഡാർക്ക് കോമഡി പോലത്തെ ഒരു സറ്റയർ പോലത്തെ ഒരു പരിപാടിയാണ്. ഈ കൈൻഡ് ഓഫ് ഈ ദൃശ്യം പോലെയൊക്കെ ചെയ്യുന്ന പോലെ ഒരു പരിപാടിയാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് പോകണം. പിന്നെ നമ്മുടെ നൊസ്റ്റാൾജിയ പരിപാടി, നമ്മുടെ ഹീമാൻ്റെ സിനിമ ഉണ്ട്. അപ്പോൾ ഇത് കാണും. ഞാൻ ഇങ്ങനെ ഒരു കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയായിരുന്നു. 2 സിനിമ കാണാനേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച പോയിട്ട് 3 സിനിമയൊക്കെ കണ്ട് ഒരു ഫുൾ ഡേ അങ്ങോട്ട് പോയി കിട്ടി. ഈ 3 സിനിമ കാണാനുള്ളൊരു ശേഷി ഉണ്ടായിരുന്നില്ല ഈ ആഴ്ച. 2 എണ്ണം കാണാം, നല്ലതാണെങ്കിൽ വേണമെങ്കിൽ 3 എണ്ണം കാണാമെന്ന് വിചാരിച്ചു. പിന്നെതാ ഞാൻ നേരെ പോയി കണ്ട് ഹീമാൻ, നമ്മുടെ നൊസ്റ്റാൾജിയ സംഭവം. എനിക്ക് കുറേ ഓർമ്മകളും കുറേ എൻ്റെ ബ്രെയിനിൽ എന്തോ ഒരു സാധനം അൺലോക്ക് ചെയ്ത പോലെ.
ഞാൻ ഈ സാധനം മറ്റേ ഫോർ ദ പവർ ഓഫ് ഗ്രേസ്കൾ ഐ ഹാവ് ദ പവർ എന്ന് പറയുമല്ലോ, ഞാനത് ഈ സംഭവം ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ബ്രെയിനിൽ ഇങ്ങനെ എന്തൊരു സാധനം ഓപ്പൺ ആയ പോലെ, പണ്ട് നമ്മൾ ഈ കാർട്ടൂണിൽ ഇരുന്ന് കാണുന്നത്, പണ്ടിൽ അതായത് ഈ ഈ സിനിമയിൽ ഈ ഹീമാൻ്റെ ഈ സിനിമയിൽ കുറേ ക്യാരക്ടേഴ്സ് ഇല്ല. അതെനിക്ക് ഓർമ്മ വന്നു. ഒരു മെജീഷ്യൻ പോലത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഓർക്കാന്ന് അങ്ങനെ എന്തോ ആണ് ഈ പേര്. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പറന്ന് കിടക്കുന്ന പോലത്തെ ഒരു സാധനം, ഈ വിച്ചസ് ഒക്കെ ഉണ്ടാവില്ല, അതിൻ്റെ പോലത്തെ ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു പറന്ന് കിടക്കുന്ന, ഫേസ് ഒന്നുമില്ല, അങ്ങനെ പറന്ന് കിടക്കുന്ന സാധനം, ഒരു കോമിക് റിലീഫ് പോലത്തെ ഒരു ക്യാരക്ടറാണ്. അത് ലാസ്റ്റ് ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ ഇത് ലാസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ക്യാരക്ടർ ഇത് ഫുൾ കോമഡി ആണല്ലോ, ഇതെന്താ ഈ സിനിമയിൽ ഇല്ലാത്തത്. പിന്നെ അതിലൊരു പുലിയുണ്ട്, ഈ പുലിയല്ല ഇപ്പോൾ ക്യാറ്റ് എന്നാണ് വിളിക്കുന്നത്, പക്ഷേ ആ പുലി ആ ഒരു ക്യാറ്റ് ക്രഞ്ചർ എന്നാണ് ആ ക്യാറ്റിൻ്റെ പേര്. ഈ ക്രഞ്ചർ ആക്ച്വലി ഭയങ്കര പാവം പിടിച്ച ഭയങ്കര പേടിത്തൊണ്ടനായിട്ടുള്ള ഒരു ക്യാറ്റാണ്. ഇവൻ ഐ ഹാവ് ദ പവർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം വിടും. വിടുമ്പോഴാണ് ഈ ക്യാറ്റ് ഭയങ്കര ഒരു ബാറ്റിൽ ക്യാറ്റ് പോലെ ഒരു സൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു സംഭവം ആവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഓർമ്മകൾ എനിക്ക് ആ ക്യാറ്റിനെ ഈ സിനിമയുടെ ആദ്യം കാണിക്കും. ഇതുവരെ പേടിത്തൊണ്ടനായ ക്യാറ്റ്, എനിക്ക് അങ്ങനെ കുറേ സംഭവങ്ങൾ ഓർമ്മ വന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. മേട്ടൻ്റെ സിനിമ കാണാൻ പോകാത്തത് നന്നായി എന്നെനിക്ക് അപ്പം തോന്നി. സോ അതൊക്കെയാണ് ഈ ആഴ്ച നടന്ന കുറേ കാര്യങ്ങൾ. സോ ലെറ്റ്സ് ഗോ ടു ദ റിവ്യൂ സെക്ഷൻ. വി ഹാവ് 2 മൂവീസ് ടു റിവ്യൂ. മോളിവുഡ് ടൈംസ് ആൻഡ് ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് യൂണിവേഴ്സ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അഭിനവ് സുന്ദർ നായക് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്ക് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഓക്കെ, ഈ മുകുന്ദൻ ഉണ്ണി ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ താങ്ക് യു കാർഡ് ഉണ്ടായിരുന്നില്ല. താങ്ക് യു കാർഡ് ഇല്ലാത്തതിന് ഇടവേള ബാബുവോ അതോ അമ്മയത്ത് ആരാണിത്, ആരാന്ന് എനിക്ക് ഒത്തിരി ഓർമ്മയില്ല, അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഇതെന്താ താങ്ക് യു കാർഡൊന്നും ഇല്ലാത്തത്, ഇതെന്താ ഇങ്ങനെ അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതായത് ആ സിനിമയ്ക്ക് താങ്ക് യു കാർഡ് ഇല്ല, മറ്റവർക്ക് താങ്ക് യു, ഇവർക്ക് താങ്ക് യു, അതൊന്നും ഇല്ല. ഇതിന് വേറെ കുറേ മറ്റേ സോഷ്യൽ മീഡിയ ടീംസിൻ്റെ പ്രൊമോഷൻ ടീംസൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, താങ്ക് യു കാർഡ് ഉണ്ടായിരുന്നു ഇതിന്. മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ് താങ്ക് യു പറയില്ലേ, ആ താങ്ക് യു കാർഡ് ഉണ്ടോയെന്ന് അറിയില്ല. ഈ സോഷ്യൽ മീഡിയ ടീംസിനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ ലോഗോയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് സംഭവം, പുള്ളിക്കാരൻ്റെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. അത് പുള്ളിക്കാരൻ കുറേ ഈ സിനിമയിൽ എക്സ്പീരിയൻസും ഉണ്ട്. അതായത് കുറേ കഷ്ടപ്പാടുകളും കുറേ എന്താ പറയുക, ഈ സിനിമ ഫൈനൽ സ്റ്റേജ് വരെ നടക്കും എന്ന് പറഞ്ഞിട്ട് അവസാനം ഡ്രോപ്പ് ആവുകയും അങ്ങനെ കുറേ വിഷമങ്ങളിലൂടെയും കുറേ ഭയങ്കര ട്രബിൾഡ് പാസ്റ്റാണ് പുള്ളിയുടെ. അതിന്റെ ഇടയിൽ കുറെ സിമിലർ ആയിട്ടുള്ള പടങ്ങൾ വന്നു. അപ്പം അതുമായിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ കുമ്പളങ്ങി നൈറ്റ്സ് ഇറങ്ങിയ സമയത്ത് ഷമ്മിയുടെ ക്യാരക്ടറായിട്ട് കുറെ സാമ്യതകൾ വന്നു. അപ്പം വീണ്ടും കുറെ റീറൈറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഏതാണ് ട്രാൻസ് ഇറങ്ങിയ സമയത്ത് കുറെ സീൻസ്, കുറെ നമ്മൾ എഴുതിയ സീൻസുമായിട്ട് കുറെ സാമ്യത വന്നു. കോയിൻസിഡൻസ്, അപ്പം അത് വീണ്ടും മാറ്റി എഴുതേണ്ടി വന്നു. ജോജി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിരുന്നു. അപ്പൊ ആ ജോജി ഇറങ്ങിയ സമയത്ത് കുറെ ഏരിയാസ് വീണ്ടും സിമിലർ ആയി, വീണ്ടും റീറൈറ്റ് ചെയ്തു. അപ്പൊ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ് ടുക്ക് സോ മച്ച് ടൈം ടു റൈറ്റ് മുകുന്ദൻ. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് അവർ ഫിലിം ഗോട്ട് ഡിലേഡ്. അത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. കാരണം വിനീത് ശ്രീനിവാസിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നല്ലോ അവർ. അപ്പോൾ ബേസിലും ഇവരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഈ അഭിനവന് ഭയങ്കര നോളജാണ്, സിനിമ നോളജാണ്, കുറേ സിനിമയൊക്കെ കാണും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഈ ഇൻ്റർവ്യൂസിൽ തന്നെ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഹീസ് എ വെരി നോളജബിൾ ഗൈ. ബട്ട് ഒരു സിനിമ എടുക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ട് കുറേ ഇങ്ങനെ ഈ മറ്റേ സാധനം ഉണ്ടല്ലോ, എന്താണ് ഈ പൗലോ കൊയ്ലോൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ നിങ്ങളൊരു കാര്യം വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് അതിന് വേണ്ടി അതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഹെൽപ്പ് കിട്ടാത്ത ഒരാളാണ് പുള്ളി. ഓക്കെ, അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും അതിൻ്റെ ഒരു മറ്റേ സാധനം ഉണ്ടല്ലോ, ഞാൻ ഒരാളുടെയും ഞാൻ സെൽഫിഷ് ആയിരിക്കണം, ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി സെൽഫിഷ് ആയിരിക്കണം, അതിപ്പോൾ ആരെങ്കിലും എന്നെ എന്തെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിലെത്തും. കാരണം ഈ സിനിമയിൽ തന്നെ ഇത് പുള്ളിയുടെ ബയോപിക്ക്
പക്ക ബയോപിക് ആണോ നിങ്ങൾക്ക് അറിയണമെങ്കിൽ പുള്ളിയുടെ പാസ്റ്റ് ചുമ്മാ ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നെ കുറേ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറേ. അപ്പം എന്താ സംഭവം, ഇത് എല്ലാ സംഭവങ്ങളും സിനിമയിൽ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇതിൻ്റെ ബാക്കിൽ. നിങ്ങളെന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥ, ആ കഥ എഴുതി, ആ കഥൻ്റെ ഇപ്പോൾ നമ്മുടെ ഒരു മെയിൻ പാർട്ട് എന്തെങ്കിലും ഉണ്ടാവും. ആ മെയിൻ പാർട്ട് വേറൊരു എന്താ പറയുക, വേറെ ആരെങ്കിലും ചെയ്യാത്ത മുന്നേ, ഇപ്പോൾ എല്ലാ കഥയ്ക്കും ഇവർ പറയുന്ന USP എന്ന് പറയുന്ന സാധനം, യുണീക്ക് സെല്ലിങ് പോയിൻ്റ്, അങ്ങനെ എന്തൊരു സാധനം ഉണ്ടല്ലോ. അതായത് ഒരു മെയിൻ ഒരു സംഭവം ഉണ്ടാവുമല്ലോ ഒരു കഥയ്ക്ക്. ഇപ്പോൾ ദൃശ്യമാണെങ്കിൽ, ഇപ്പോൾ ദൃശ്യം ജീത്തു ജോസഫ് എഴുതി വെച്ചു, അതേപോലെ ഒരു സാധനം വേറെ ആരെങ്കിലും ചെയ്താലോ എങ്ങനെ ഉണ്ടാവും? പിന്നെ ഇയാൾ ഇത്രയും കാലം ഇരുന്ന് എഴുതിയത് വേസ്റ്റ് ആവില്ലേ? അത് ഒരു കാര്യം, അത് തുടക്കത്തിൽ. പിന്നെ അതിപ്പോൾ എഴുതി ഇപ്പോൾ ആരും എടുത്തില്ല എന്ന് വെച്ചോ, ഇതൊരു പ്രൊഡ്യൂസറിൻ്റെ അത് കൊണ്ടുപോകും. പ്രൊഡ്യൂസർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അയാൾക്ക്. ചില പ്രൊഡ്യൂസർമാരുണ്ടാവും ഫുള്ള് റിച്ച് ആയിട്ടുള്ള പ്രൊഡ്യൂസർമാരുണ്ടാവും, പക്ഷെ അവർക്ക് ഇന്ന നായകനെ വയ്ക്കണം. അപ്പോൾ നമ്മൾ പറയും ഇന്ന നായകനെ വയ്ക്കാൻ പറ്റില്ല, അപ്പോൾ അവർ പറയും ഇല്ല ഇന്ന നായക ഡേറ്റ് എൻ്റെ കയ്യിലുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രഷർ ചെയ്ത് ആ നായകനെ ഇതിൽ കാസ്റ്റ് ചെയ്ത്, അപ്പോൾ അതൊരു പ്രശ്നം. പിന്നെ ഈ പ്രൊഡ്യൂസറിൻ്റെ വല്ല മകളോ മകനോ ആരെങ്കിലും ഉണ്ടാവും, അവരിനെ അഭിനയിപ്പിക്കണമെന്ന് പറയും. അപ്പോൾ അതൊരു പ്രശ്നം വേറെ സൈഡിലും. ഇനിയിപ്പോൾ എല്ലാം നടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ചിലപ്പോൾ പകുതി വഴി വെച്ചിട്ട് അയ്യോ എൻ്റെ പൈസ ഇല്ല കഴിഞ്ഞുകൊണ്ട് അത് സിനിമ വേറെ ആർക്കും കൊടുക്കും. അങ്ങനെ ഈ പ്രശ്നങ്ങൾ, ഒരു സിനിമ ഫിനിഷായി കഴിഞ്ഞാൽ അത് പോരല്ലോ, പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആൾ വേണം, ഡിസ്ട്രിബ്യൂട്ടറും ആൾ വേണം, അത് തിയേറ്ററുകാർ എടുക്കണം, തിയേറ്ററുകാർക്ക് ഡിസ്ട്രിബ്യൂട്ടറുകാർ നമ്മളെ പറ്റിക്കാണ്ട് നോക്കണം. അവർ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന കുറേ ആൾക്കാരാണ് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സും സിനിമാക്കാരും. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കാണുന്ന സിനിമ ഇവിടെ വരുന്നത്. അപ്പോൾ ഈ എവിടെ വേണമെങ്കിലും ഇത് പാടാം. അത്രയും ഒരു കോംപ്ലക്സും അത്രയും ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്. കാരണം ഒരുത്തന് വിജയിക്കണമെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, പാവം അവൻ ചെയ്തോട്ടെ ഞാനത് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു സീൻ ഇതിലുണ്ട്. അങ്ങനെ നിന്നിട്ടുണ്ടാവും അഭിനവ്. അത് കാരണമായിരിക്കും ഇപ്പം ഇത്രയും ലേറ്റ് ആയത് ഒരു സിനിമ എടുക്കാൻ തന്നെ. സംഭവം മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനെ പറ്റില്ല. ഞാൻ ആദ്യം എൻ്റെ കാര്യം ആദ്യം, എൻ്റെ സിനിമ ആദ്യം, അത് കഴിഞ്ഞിട്ട് മതി വേറെ എന്തും, അല്ലെങ്കിൽ എൻ്റെ കാര്യം കഴിഞ്ഞിട്ടുള്ളൂ ഒരു തെണ്ടിയുടെയും എന്ന് വിചാരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ സിനിമ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ക്ലിയർ മെസ്സേജ്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ സെൽഫിഷ് ആയിരിക്കണം. സെൽഫിഷ് ആവാണ്ട് മറ്റുള്ളവർ ചെയ്തോട്ടെ, മറ്റേ രാജൻ പി ദേവൻ്റെ മറ്റേതില്ലേ ആ സാധനം, അത് ഇവിടെ പറ്റില്ല. അതാണ് സിനിമ. അപ്പോൾ അത് നല്ല വൃത്തിക്ക് ആദ്യം മുതലേ എനിക്കത് കത്തി. ഞാൻ പുള്ളിയുടെ കുറേ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പുള്ളിയുടെ പണ്ട് ട്വിറ്ററിൽ ഏതിലോ ഇത് മറ്റേ നൈറ്റ് ക്രോളറിൻ്റെ കോപ്പിനെ കുറിച്ചും പറയുന്നുണ്ട്. ഞാൻ ഈ മുകുന്ദനുണ്ട് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, റീലും ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് സീൻ ബൈ സീൻ കോപ്പിയാണ്. അത് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു. ദർ ഈസ് സീൻ ബൈ സീൻ കോപ്പി. ഇല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല അതൊക്കെ വെറുതെ പറയാം. സീൻ ബൈ സീൻ കോപ്പി ഉണ്ട് നൈറ്റ് ക്രോളർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയായിട്ട്. ഞാൻ നൈറ്റ് ക്രോളർ എനിക്ക് അത്ര ഇഷ്ടമുള്ള സിനിമയാണ്. എനിക്കിങ്ങനെ വില്ലന്മാരിങ്ങനെ പാവങ്ങളായിട്ട് ഈ മറ്റേ നന്മ വരെ കളിക്കുന്ന നന്മ വരെ കളിക്കുന്ന നായകന്മാർ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതാണ്. സോ ദിസ് ഈസ് ലൈക്ക് എ പ്രൊട്ടാഗനിസ്റ്റ് ഹൂസ് എ റിയൽ പേഴ്സൺ. ശരിക്കും ലൈഫിൽ ഒരു പ്രൊട്ടാഗനിസ്റ്റ് എങ്ങനെയായിരിക്കും? ഒരു അവസരം കിട്ടി, നിങ്ങളത് എടുക്കുമോ? അയ്യോ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിടുമോ? പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ട് കഴിഞ്ഞാൽ അടുത്തവൻ കയറും, നിങ്ങൾ അവിടെ ഇരിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അടുത്ത ചാൻസ് വരുമോ എന്നേ അറിയില്ല. മറ്റേ എന്താണ് കർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും. മറ്റുള്ളവർക്ക് ചിലപ്പോൾ കർമ്മയൊക്കെ ഉണ്ടാവും, നമ്മുടെ കാര്യത്തിൽ ഒരു കർമ്മയില്ല. എൻ്റെ അനുഭവം അങ്ങനെയാണ്. ഈ കർമ്മ ഇതൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും
പിന്നെ വലുതായിട്ട് അങ്ങനെ ഇപ്പം നമ്മൾ നല്ല ചെയ്താൽ നല്ലത് കിട്ടും എന്നൊക്കെ പറയുന്നത് എന്ത് നല്ലത് കിട്ടുമെന്നാണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഇനിയിപ്പോൾ വേറുള്ളവരുടെ കാര്യമാവില്ല, എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ലത് ചെയ്താൽ അങ്ങനെ നല്ലത്, തിരി മോശം ചെയ്താലും നല്ലതൊക്കെ കിട്ടും. മോശം പറഞ്ഞാൽ അങ്ങനെ ആരും ഇപ്പോൾ കൊല്ലണ കാര്യമില്ല. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങനെ വലിയ ഒരു മറ്റേ തല പോണ കേസൊന്നും അല്ല എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് എനിക്കും. സോ എനിക്ക് അത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് അല്ല, എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് ഈ നൈറ്റ് ക്രോളറിൽ ജേക്ക് ജില്ലിൻ ഹോളിൻ്റെ. എനിക്ക് ഓരോ സീനും ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ സാധനം കണ്ടപ്പോൾ ഇത് പറ്റിയത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് തന്നെ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ട്വിറ്ററിൽ ഇങ്ങനെ ഒരു പുള്ളിയുടെ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ മറ്റേ ബെർണോളുടെ ഒരു ഫോട്ടോ ഇട്ടിട്ട് എനിക്ക് അന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് കോവിഡിൻ്റെ സമയത്താണത്, അല്ല അതിന് മുന്നേ ഏതോ ഒരു സമയത്ത്, കൃത്യമായിട്ട് ഓർമ്മയില്ല. മൂന്നണ്ണി എപ്പോഴാണ് ഇറങ്ങിയത്? മൂന്നണ്ണി കോവിഡിൻ്റെ സമയത്താണോ? 2022 കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് കഴിഞ്ഞ് ആ ഒരു ലോക്ക്ഡൗണൊക്കെ തുറന്ന് സിനിമ ഹാൾസൊക്കെ ഓപ്പൺ ആയ സമയത്താണ്. അപ്പോൾ പോയിട്ട് ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ പുള്ളിക്കാരൊരു ബെർണോളുടെ ഒരു ഫോട്ടോ ഇട്ടിട്ട് എനിക്ക് കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലായി, ലൈക്ക് പുള്ളിക്കാരൻ സമ്മതിക്കില്ല. അതുപോലെ തന്നെ ഇതിലും കോപ്പി അടിയെ കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്താണ്, റോമിയോ ആൻഡ് ജൂലിയറ്റ് ഷേക്സ്പിയർ എഴുതിയതല്ല എന്ന് പറയുന്നുണ്ട്. അതായത് അതെന്തോ ഒരു പോയോ എന്തോ ഒരു സാധനമാണ്. ആ കഥനെ പുള്ളി അതിനെ നാടക രൂപം കൊടുത്തു, അങ്ങനെ ആയിരിക്കും. അല്ലാണ്ട് മറ്റേ സീൻ ബൈ സീൻ എടുത്ത് വെച്ചത് അതല്ല അത് പറയരുത്. എനിക്കത് മാത്രമേ ഉള്ളൂ. പുള്ളിയുടെ അടുത്ത് ഓപ്പണായിട്ട് ആ മറ്റേ ഒരു ഇംഗ്ലീഷിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ചങ്ങായി ഉണ്ടല്ലോ, പേര് ഓർമ്മയില്ല. ആ പുള്ളിക്കാരൻ പോഡ്കാസ്റ്റിലോ ഇൻ്റർവ്യൂവിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഈ നൈറ്റ് ക്രോളറിൻ്റെ കോപ്പി ആണെന്ന് ആൾക്കാർ പറയുന്നുണ്ടല്ലോ, എന്താണ് അതിൽ അഭിപ്രായം ചോദിച്ചപ്പോൾ നോ ഇറ്റ്സ് നോട്ട് കോപ്പി എന്നാണ് പുള്ളിക്കാർ ഇപ്പോഴും പറയുന്നത്. അതായത് സമ്മതിച്ച്, അതായത് ദിസ് നോട്ട് എ ഫ്ലോപ്പ് മൂവി. മൂന്നണ്ണി അസോസിയേറ്റ്സ് എനിക്ക് വളരെ ഇഷ്ടമുള്ള സിനിമയാണ്. അതിൻ്റെ പേസിങ്ങും അതിൻ്റെ ഒരു സംഭവം തന്നെ അടിപൊളിയാണ്. അതിൻ്റെ മറ്റേ ആസ്പെക്ട് റേഷ്യോ ചെറുതാകുമ്പോഴേക്കൊരു ഡയലോഗ് ഉണ്ട്, ഇത്ര മതി എന്ന്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞാൽ നൈസ് ഒരു സിനിമയാണ്. വിനീത് ശ്രീനിവാസൻ അൺഹിഞ്ച്ഡ് അല്ലാണ്ട് അഭിനയിച്ചൊരു, കൺട്രോൾ ചെയ്ത് അഭിനയിച്ചൊരു സിനിമ അതാണ്. കിടിലനായിട്ട് ഈ വിനീത് ശ്രീനിവാസൻ ആക്ച്വലി നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. പക്ഷേ ഈ സിനിമയിൽ, ഈ മോളിവുഡ് ടൈംസിൽ എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നസ്ലനൊക്കെ വേറെ, നസ്ലൻ്റെ ആ ഒരു കൊടുങ്ങല്ലൂർ ആ ഒരു സ്ലാങ് ഒന്നും വരാത്ത രീതിയിൽ മാക്സിമം അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ഷറഫുദ്ദീനും സംഗീതും മറ്റേ റോഷൻ ഷാജഹാനും എല്ലാവരും നല്ല കിടലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ വിനീത് ശ്രീനിവാസൻ മാത്രം ഒരു പ്രൊഡ്യൂസറാണ് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പക്ഷെ എന്തോ ഒരു കാണുമ്പോൾ ഒരു പ്രൊഡ്യൂസർ വന്ന് ഇതെന്താ ഇയാൾ ഇങ്ങനെ ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഒരു മാതിരി ഉണ്ടായിരുന്നു. അത് മാത്രം ഒരു എന്തോ ഒരു ചേരാത്ത പോലെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും കിടിലായിട്ട് അഭിനയിച്ചു. അപ്പോൾ അതുകൊണ്ടും ഈ മൂന്നണ്ണി അസോസിയേറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. വിനീത് ശ്രീനിവാസൻ്റെ കിടിലനായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ്. ഹോൾ തിങ് ഈസ് വെരി ഗുഡ് ആക്ച്വലി. പക്ഷേ ഈ സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. സോ കമ്മിങ് ബാക്ക് ടു മോളിവുഡ് ടൈംസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, അതായത് പുള്ളിക്ക് നേരിടേണ്ടി വന്ന കോൺട്രവേഴ്സീസും പുള്ളിക്ക് നേരിടേണ്ടി വന്ന ഈ സിനിമ ഇൻഡസ്ട്രിയുടെ അകത്ത് നടക്കുന്ന കുറേ കാര്യങ്ങളും, ഈ മണി ലോണ്ടറിങ്ങിനെ കുറിച്ചൊക്കെ കറക്റ്റായിട്ട് വിത്ത് കണക്കാണ് പറയുന്നത്. അതായത് ഒരു കമ്പനിക്ക് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാനിത് റിപ്പീറ്റ് ചെയ്യില്ല, എന്നാലും അതായത് ഒരു കമ്പനിക്ക് കുറേ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഓരോ കമ്പനീസ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദ പ്രോഫിറ്റാണ്. ഇപ്പം നിങ്ങളുടെ കമ്പനി, നിങ്ങൾക്കൊരു കമ്പനി ഉണ്ട്, അത് ഇപ്പോഴും ലോസിലാണെങ്കിൽ നിങ്ങൾക്ക് അത് അടക്കേ വേണ്ട. ഓക്കെ, അപ്പോൾ ഈ 10 കോടി ചിലവുള്ള സിനിമയ്ക്ക് 30 കോടി എന്നുള്ള കണക്കാക്കും. അതെങ്ങനെ ആക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു ക്യാമറ എടുത്തു. ഇപ്പോൾ ക്യാമറ എടുത്തത് ചിലപ്പോൾ സാധാ ക്യാമറ എന്തെങ്കിലും ആയിരിക്കും, പക്ഷേ ബില്ല് ഇവർ എന്തെങ്കിലും അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് വലിയ ക്യാമറ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ വാടക എത്ര ദിവസം എത്ര എന്ന് പറഞ്ഞിട്ട് വാടക അങ്ങനെ പോകും. പക്ഷേ അതിനൊക്കെ GST വരില്ല എന്ന് ആലോചിക്കണം.
അതെന്താണ് പിന്നെ ഈ ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ ഇത്ര ഒരു ഷൂട്ടിംഗ് സമയത്ത് കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ അവിടെ. അപ്പോൾ അതൊരു 10-30 പേരുണ്ടെങ്കിൽ ഒരു 100 പേരുണ്ട് 170 ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ക്യാഷ് അല്ലേ കൊടുക്കണം, അക്കൗണ്ടിലിട്ട് കൊടുക്കുന്നതായിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ ചിലവ്. അല്ലെങ്കിൽ ചിലപ്പോൾ പക്ഷേ ഈ VFXനും മറ്റേതൊക്കെ അത് അവർ ബില്ലുണ്ടാവില്ല, സർവീസ് ടാക്സ് ഉണ്ടാവില്ലേ. അപ്പോൾ അതിലായിരിക്കില്ല. എനിക്ക് ഈ ആൾക്കാരുടെ എണ്ണവും ഈ ഫുഡിനും മറ്റേ ഇപ്പോൾ 100 പേര് 30 പേരിൻ്റെ പകരം 100 പേര് പറഞ്ഞ് 70 പേർക്കുള്ള 3 നേരം ഫുഡ്, 3 നേരം ഉണ്ടോയെന്ന് അറിയില്ല. 3 നേരം ചിലപ്പോൾ ഫുഡും അതിൻ്റെ റീഫ്രഷ്മെൻറ്റ്സും പിന്നെ അവർക്ക് ഉള്ള മറ്റേ അങ്ങനത്തെ ഓരോ സാധനങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം ഈ ക്യാഷ് ഡീലിങ്സിലാണല്ലോ നമ്മൾ ഈ ചിലവ് കൂട്ടി എഴുതുക. അപ്പോൾ 10 കോടിൻ്റെ സിനിമ 30 കോടിയാക്കും. ഓക്കെ, എന്നിട്ട് ആ സിനിമ നഷ്ടമാണ് എന്ന് ഇവർ വരുത്തും. നഷ്ടമാക്കാൻ വേണ്ടി പ്രൊഡ്യൂസർ തന്നെ ചെയ്യും. എനിക്കത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. നല്ല സിനിമകളിലെ ഒരു പ്രമോഷനും ചെയ്യില്ല. നല്ല സിനിമകളായിരിക്കും, പ്രമോഷനേ ചെയ്യില്ല, തലേ ദിവസം വരെ ചെയ്യില്ല. മനസ്സിലായില്ല? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഞാനിപ്പോൾ ആ സിനിമേൻ്റെ പേര് പറഞ്ഞാൽ ഇനി ഇവരൊക്കെ കള്ളപ്പണം ഇങ്ങനെ ആക്കുന്ന ആൾക്കാരാണെന്ന് പറയും. അതുകൊണ്ട് മാത്രമേ ഞാൻ പറയാത്ത. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് പറയും. നല്ല എന്നിട്ട് ഹിറ്റായി സിനിമകൾ. ആ സിനിമകൾ ഹിറ്റായി കാരണം നല്ല കോണ്ടൻറ്റാണ്, നല്ല സിനിമയാണ്, അപ്പോൾ ഹിറ്റാവും. അപ്പോൾ ഈ ഹിറ്റാവാതെ ഇരിക്കാൻ വേണ്ടി പ്രൊഡ്യൂസർ തന്നെ മോശം പോസ്റ്റർ ഒട്ടിക്കുക, ഒരുമാതിരി എന്താണോ സിനിമേൻ്റെ ഒരു ജോൺറ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രൊമോഷൻ ചെയ്യുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എന്നിട്ട് വിചാരിക്കുകയും ചെയ്തു, ഇതെന്ത് നല്ലൊരു സിനിമ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിൻ്റെയൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്തുകൂടെ. വേണ്ടാത്ത ഓരോ ധ്യാൻ ശ്രീനിവാസൻ്റെ സിനിമയ്ക്ക് ഒരു 10 ഇൻ്റർവ്യൂ എല്ലാവരും പോയി കൊടുക്കും. എന്നിട്ട് ഈ നല്ല സിനിമ എടുത്തു വെച്ചിട്ട് അതിനൊരു ചെയ്യാനോ ഒരു സംഭവം ഇല്ലേ എന്ന് ഞാൻ പലപ്പോഴും ആയിട്ട് ആലോചിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നല്ല, അത് ചിലപ്പോൾ പൈസ കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ പ്രൊഡക്ഷൻ ഇത്തിരി പൈസ കൂടിയിട്ടുണ്ടാകും. അപ്പോൾ ഈ പ്രൊമോഷൻ്റെ പൈസ കൂടെ അവർ ആ പ്രൊഡക്ഷനിലേക്ക് ഇറക്കുക, അതെന്തെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ വല്ല VFXന് കുറച്ച് അഡീഷണൽ പൈസ വരുമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ പ്രൊമോഷൻ്റെ പൈസ എടുത്തിട്ട് അതിന് മറക്കി എന്തെങ്കിലും ചെയ്യും. പക്ഷെ സ്റ്റിൽ ദർ ഈസ് സം പീപ്പിൾ ഡൂയിങ് ദിസ്. അതാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. അങ്ങനെ ഈ സിനിമേൻ്റെ അകത്തുള്ള ഓരോ സാധനങ്ങളും എടുത്ത് കാണിക്കുന്നുണ്ട്. മിക്കവാറും ഒരു 90% എനിക്ക് തോന്നുന്നത് ഈ അഭിനവിൻ്റെ തന്നെ ജീവിത എക്സ്പീരിയൻസ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നല്ല വൃത്തിക്ക് നമുക്ക് അറിയാൻ പറ്റും. കാരണം ഒരു നന്മയുള്ള അല്ലെങ്കിൽ മറ്റേ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ അവസാനം അവർക്കൊരിക്കലും വിജയം ഉണ്ടാവില്ല. അതാണ് കാണിക്കുന്നത്. ഷറഫുദ്ദീൻ്റെ ലാസ്റ്റ് ഒരു ഡയലോഗ് ഉണ്ട്, ഇങ്ങനെ ചിരിക്കുന്നൊരു സാധനം. ആ ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തായി? ഒന്നും ആയില്ല. കോംപ്രമൈസ് ചെയ്ത് എല്ലാവരുടെയും നൈസാക്കി നിന്നവർക്ക് അവാർഡും കാര്യങ്ങളും എല്ലാം. സിനിമ എനിക്കിഷ്ടമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോളിവുഡ് ടൈംസ് എനിക്കിഷ്ടമായി. പക്ഷെ ഒന്ന് ട്രിം ചെയ്യായിരുന്നു. ഈ അഭിനവ് എഡിറ്റിങ്ങൊക്കെ അറിയുന്ന ആളാണ്. ഇത് എന്തിനാണ് ഈ റിപ്പീറ്റേറ്റീവ് സീൻസ് വീണ്ടും ഒരു കാര്യം പറഞ്ഞു അഭിനവ് ഈ ഒരു സംഭവത്തിൽ ഈ ഓഡിയൻസിന് മനസ്സിലാവുമോ കണക്റ്റ് ആവണം എന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. മനസ്സിലായി, അതങ്ങോട്ട് കട്ട് ചെയ്തോ. ആദ്യം പറഞ്ഞല്ലോ, പിന്നെന്താണ്? 2.5 മണിക്കൂർ സിമ്പിളായിട്ട് ആക്കാം. ഇതിപ്പോൾ 3 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. ഒരാവശ്യമില്ല. അതായത് ക്രിസ്പല്ല, മുകുന്ദൻ ഉണ്ണി ക്രിസ്പാണ്. പുള്ളിയുടെ എല്ലാ സിനിമയിലും ഒരു നറേഷൻ ബാക്കിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് മൈൻഡ് വോയിസ് എപ്പോഴും ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഉണ്ടാവും. ഞാൻ സിനിമ കാണുമ്പോൾ ആദ്യം വിചാരിച്ചതാണ് മുകുന്ദൻ ഉണ്ണി പോലെ ആയിരിക്കും. മുകുന്ദൻ ഉണ്ണി ശ്രദ്ധിച്ചിട്ടില്ല, അതിൽ സംസാരിക്കില്ല, പുള്ളിയുടെ എല്ലാം മൈൻഡ് വോയിസാണ്. ആ മൈൻഡ് വോയിസ് ഇങ്ങനെ നമുക്ക് കേൾക്കുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിലങ്ങനെ ഉണ്ടാവിച്ചുണ്ട്. അതന്നെ ഉള്ളത്. നെസ്ലൻ്റെ മൈൻഡ് വോയിസ് ഇങ്ങനെ പറയുന്നുണ്ട്, അത് ചെയ്യ് ഇത് ചെയ്യുക, ഇവനെന്താ ഇങ്ങനെ പറയണം, അവനെന്താ ഇങ്ങനെ പറയണത്, ആ ഒരു മൈൻഡ് വോയിസ് എല്ലാം ഉണ്ട്. അതിൽ കുറേ സംഭവങ്ങൾ റാൻഡമായിട്ടൊരു സാധനം. ഞാൻ റാൻഡമായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം, ഇതിലൊരു സീനുണ്ട്, ഇങ്ങനെ വെറുതെ ഒരു ഡ്രീം സീക്വൻസ് പോലത്തെ ഒരു സംഭവമാണ്. അതിൽ നെസ്ലൻ തോക്ക് കൊണ്ട് വന്നിട്ട്
മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ തീട്ടാവുന്നത് ഈ വെടിവെക്കുക. അതെന്താ സംഭവം? അത് കഴിഞ്ഞു, ആ സീനോട് കൂടെ കട്ട്, ആ ഡ്രീം സീക്വൻസ് കഴിഞ്ഞു. അതെന്താ സാധനം? തോക്ക് കൊണ്ട് വന്നിട്ട് മൊബൈൽ സിനിമ കാണുമ്പോൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നവർ എന്തോ വെടിവെക്കുക. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സോ അങ്ങനെ കുറേ വിയേർഡ്നെസ് ഉണ്ട് ഇതിൽ. അതേപോലെ സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് നിങ്ങൾ പറഞ്ഞു വിശ്വസിക്കില്ല, തൃശ്ശൂർ ഹൈലൈറ്റിലാണ് ഞാൻ സിനിമ കാണാൻ പോയത്, പലാക്സിയിൽ. ഓക്കെ, അപ്പോൾ അതിൽ ഒരു ചങ്ങായി അവൻ ആരെയോ ഫോൺ ചെയ്ത് പറയാം, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴും അവൻ പുറത്തുണ്ടായിരുന്നു. ഈ ഫോൺ ചെയ്ത് പറയുന്നത് പൊള്ളി ഫസ്റ്റ് ഹാഫ്, സീൻ ഏതാണ്, ഇനി എന്ത് സംഭവിച്ചാലും ഇതേപോലെ ആണെങ്കിൽ പടം തൂക്കി ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ തള്ളുണ്ടായിരുന്നു. അതേ ചങ്ങായി സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് അവൻ ഇറങ്ങി പോകുമ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല, എന്തിനെങ്ങനെ ചെയ്ത അഭിനയം എന്ന് അറിയില്ല, ഇതെന്താ വൺ ലാഗാക്കി സെക്കൻഡ് ഹാഫിൽ ഒന്നും സംഭവിക്കുന്നില്ല, ഇതെന്താ ഇങ്ങനെ ചെയ്ത് കൊണ്ട് കുളമാക്കി ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയുന്നുണ്ട്. ഇതന്നെയാണ് എനിക്കും പറയാനുള്ളൂ. ഈ സിനിമ ഒന്നുകൂടി ക്രിസ്പാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇറ്റ് വിൽ ബി ലൈക്ക് എ പ്രോപ്പർ ഹിറ്റ് പോലെ ആയത്. ഇതിപ്പോൾ ഒരു സിനിഫൈലിന് അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ഉള്ളിൽ എന്തൊക്കെ നടക്കണം എന്ന് അറിയുന്നവർക്ക്, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സിനിമ പ്രാന്തന്മാരില്ലേ, അവർക്കാണ് ഈ സിനിമ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരു നോർമൽ ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു കോമൺ ഓഡിയൻസിന് വെച്ച് കഴിഞ്ഞാൽ ദേ വോണ്ട് ഗെറ്റ് what they are implying, ലൈക്ക് അത്രത്തോളം എഫക്റ്റീവായിട്ട് അത് കിട്ടുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരേ ചങ്ങായി അവൻ ഫോൺ വിളിക്കുക, അവൻ ഫസ്റ്റ് ഹാഫിൽ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഞാൻ മൂത്രമൊക്കെ ഇറങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലും അവനിങ്ങനെ ഫ്രണ്ടിലാണ് അവനിങ്ങനെ പോകുന്നുണ്ടായിരുന്നു, ഫോൺ വിളിച്ചുകൊണ്ട് ആർക്കോ ലൈവ് റിപ്പോർട്ടിങ് പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്കത് കണ്ടപ്പോൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതെൻ്റെ സംഭവം കുറച്ചുകൂടെ ക്രിസ്പാക്കിയ. അപ്പോൾ എനിക്കിതിൽ ഇഷ്ടപ്പെടാത്തൊന്നല്ല, ഇതൊന്നാമത് ഇങ്ങനെ ഒരു സിനിമ ആണല്ലോ, എപ്പോഴും നമ്മളിങ്ങനെ കാണുക എന്ത് പ്രശ്നമാണ്, ഒരു നല്ല കഥ ഉണ്ടായിട്ടും കഴിവുണ്ടായിട്ടും പ്രൊഡ്യൂസർമാരെ കിട്ടാത്തൊരു അങ്ങനെ ഒരു സംഭവമല്ലേ കാണുക. അതാണ് ഞാൻ ഇത് അഭിനവിൻ്റെ ജീവിതകഥയാണെന്ന് പറയാൻ കാരണം. സാധാരണ ഈ സിനിമ കഥ പറഞ്ഞാൽ എങ്ങനെയാണ്, പ്രൊഡ്യൂസറിന് കിട്ടാനില്ല, പ്രൊഡ്യൂസറിന് വേണ്ടി ഞാൻ അലഞ്ഞ് അവസാനം ഒരാളെ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമല്ലോ. ഇത് അങ്ങനെയില്ല. ഇതെല്ലാവരും ഇവനെ വിളിച്ചിട്ടാണ്, നിനക്ക് ഭയങ്കര കഴിവാണ്, നീ ഒരു കാര്യം ഞാൻ പൈസ തരാം, എത്ര വേണം, 4 കോടി 6 കോടി 10 കോടി തരാം, നീ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എല്ലാവരും ഇവനെ പറയുന്നത്. സോ അതല്ലേ, അപ്പോൾ അഭിനവന് നല്ല കഴിവുണ്ടെന്ന് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അറിയാം. വിനീതൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നപ്പോൾ തന്നെ ഇവനെ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം പറഞ്ഞിട്ട് എല്ലാവരും ഇവനെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുക, എന്നിട്ട് സിനിമ പകുതി വെച്ച് മുടങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ, അതുകൊണ്ടാണ് ഇത് കറക്റ്റ് അഭിനവിൻ്റെ ജീവിതമാണെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. പിന്നെ രണ്ടാമത് ഈ റിസർവേഷനെ കുറിച്ചൊരു സാധനം പറയുന്നുണ്ട്. റിസർവേഷനെക്കുറിച്ച് പലവർക്കും പല അഭിപ്രായമായിരിക്കും. പക്ഷേ റിസർവേഷൻ കാരണം ആ റിസർവേഷനിൽ വരുന്ന ആൾക്കാർക്ക്, അതായത് ലോവർ കാസ്റ്റായിട്ടുള്ള ആൾക്കാർ മീഡിയോക്കർ സിനിമ എടുത്താലും അത് ആൾക്കാർ ഹിറ്റാക്കും അത്ര, അതിന് നാഷണൽ അവാർഡ് വരെ കിട്ടും അത്ര. അതെന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലായില്ലടാ. അങ്ങനെ ഉണ്ടാവും? കേരള സ്റ്റോറിക്കൊക്കെയാണ് നാഷണൽ അവാർഡ് കിട്ടുന്നത്, അല്ലാണ്ട് ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിട്ടത് എനിക്കറിയില്ല. അതായത് മെഡിക്കൽ ഫീൽഡിൽ കോളേജിൽ പഠിക്കുക എന്തായിരുന്നു, അപ്പോൾ അവിടെ ആയിരിക്കും വിലയില്ലാത്തതുകൊണ്ട് സിനിമ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു ജാതി വിവേചനമൊന്നും ഇല്ല. ഇവിടെ മറ്റേ താഴ്ന്നവൻ മുകളിലുള്ളവൻ എന്നൊന്നും ഇല്ല. റിസർവേഷൻ എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കില്ല. കോളേജിൽ റിസർവേഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്നെ കളിയാക്കണു മെഡിക്കൽ സീറ്റ് കിട്ടിയിട്ട്. അപ്പോൾ അത് എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ട് അത് വിട്ടിട്ട് നേരെ സിനിമ ഫീൽഡിലേക്ക് വരികയാണ്. എന്താണ്, ഇവിടെ അങ്ങനെ റിസർവേഷൻ ഒന്നും ഇല്ലല്ലോ, ഇവിടെ കഴിവിനല്ലേ വില, അപ്പോൾ ഇവിടെ റിസർവേഷൻ ഇല്ല കൊണ്ട് വരികയാണ്. പക്ഷേ അവസാനം മനസ്സിലാക്കിയത്ര ഇവിടെയും റിസർവേഷൻ ഉണ്ട്. ഇവിടെയും അതേ ആ ഒരു സംഭവം മീഡിയോക്കർ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവാർഡ് കിട്ടും. അതെന്തോ പുള്ളിക്ക് എന്തോ ഒരു സംഭവം തോന്നി, അത് പുള്ളിക്ക് ആരും ഇങ്ങനെ വെക്കണം എന്നുണ്ട്. അത് ആരാണ് ഇപ്പോൾ പുള്ളിയുടെ അടുത്ത് ചോദിക്കേണ്ടി വരും. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായി കേട്ടാ.
എന്നിട്ട് അവന് നാഷണൽ അവാർഡൊക്കെ കിട്ടുന്ന സീന് കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇതാരിനൊക്കെയോ കൊള്ളിച്ചിട്ടാണ് ഇത് മുഴുവൻ എടുത്തിരിക്കുന്നത്. ഇത് മുഴുവൻ നമുക്ക് ചിലതൊക്കെ കാണുമ്പോൾ മനസ്സിലാവാം, ഇത് ഇന്നാളെന്നൊക്കെ മനസ്സിലാവും. മുഴുവൻ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത് നമുക്ക് മനസ്സിലാവില്ല. അത് ആരെയാണ് ഉദ്ദേശിച്ചത് അവർ പോയി ഈ സിനിമ കാണുമല്ലോ, അവർക്ക് മനസ്സിലാവും. സോ മൊത്തം ദിസ് ഫീൽസ് ലൈക്ക് എ റാൻഡ്. ഈ പോഡ്കാസ്റ്റിലൊക്കെ വന്നിരുന്നിട്ട് മറ്റേ ദേഷ്യം വന്നിട്ട് അവൻ ഇങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണെന്നൊക്കെ കൊണ്ട് തെറി വിളിക്കണ, ഒരു ദേഷ്യം പിടിക്കണ, ദേഷ്യം പിടിച്ചിട്ട് ഓരോ വിളിച്ച് പറയുന്ന സംഭവമില്ലേ, അതുപോലെ ഉണ്ട്. ഇറ്റ് ബിക്കം ടു പേഴ്സണൽ. അത് കാരണമാണ് പുള്ളി അത് കുറേ സാധനങ്ങൾ എഡിറ്റ് ചെയ്യാണ്ടിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ട്രിം 2-2.5 മണിക്കൂർ ആക്കിയാണ്ടല്ലോ, പൊളിച്ചെന്നെ സിനിമ. ഇറ്റ് ബിക്കം ടു പേഴ്സണൽ. പുള്ളിയുടെ ഫസ്റ്റ് സിനിമയെ കുറച്ച് അങ്ങനെയാണ്, ഈ റൂത്ത്ലെസ് ആയിട്ടുള്ളൊരു നായകൻ, നമ്മളവിടെ കാണാത്തൊരു നായകൻ, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള നായകനാണ്. പിന്നീട് ഈ സെക്കൻഡ് സിനിമയിലേക്ക് വരുമ്പോൾ അയാളുടെ ജീവിതം, ഇയാൾക്ക് അനുഭവിച്ച കാര്യങ്ങളും എല്ലാ സംഭവങ്ങളുണ്ട്. ഫസ്റ്റൊക്കെ ഭയങ്കര നൈസായിരുന്നു, ഒരു നൊസ്റ്റാൾജിയ പരിപാടി. DTS, മമ്മി, ഞാനും മമ്മി തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടു. എൻ്റെ ഇവിടുത്തെ ലോക്കൽ തിയേറ്ററിൽ പണ്ട് മമ്മി ഡബിൽ വന്നിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ. ഞാനും അച്ഛനും അമ്മയും കൂടെ പോയിട്ട് കണ്ടത് മമ്മി മലയാളത്തിൽ. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷൊക്കെ കണ്ടു. അതുപോലത്തെ അങ്ങനെ കുറേ നൊസ്റ്റാൾജിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മറന്നു, കാരണം ഒരു ലോഡ് കാര്യങ്ങളാണ് പിന്നെ സംഭവിക്കുന്നത്. ആദ്യത്തെ കുറേ സംഭവം നൈസായിരുന്നു. ഈ ജഗദീഷിൻ്റെ കുറേ സീനുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ്ഫുള്ളായിരുന്നു. ജഗദീഷ് മകന് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ കുറേ ഫിലോസഫിക്കലായിട്ടുള്ള കുറേ സംഭവങ്ങൾ. ഈ പൗലോ കൊയ്ലോൻ്റെ സാധനം പറഞ്ഞില്ലേ, ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നിലനിൽക്കും എന്നൊക്കെ പറഞ്ഞ സാധനം, അതിൻ്റെ ഒരു അപ്പുറത്ത് കുറേ സാധനങ്ങൾ ഇങ്ങനെ ഓരോ 10 മിനിറ്റ് ഇടവിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. ലോഡ് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ്. ഇത്രയും തിങ്സ് വേണ്ടായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നത് ഇറ്റ് ബിക്കം ടു പേഴ്സണൽ ഫോർ ഹിം. മേ ബി ദാറ്റ്സ് വൈ ഇറ്റ്സ് ഹാപ്പനിങ്. ഞാൻ അടുത്ത സിനിമയിലും ഇതുപോലെ വാട്ട് വി ആർ എക്സ്പെക്ടിങ് ഫ്രം യു ഇസ് നോട്ട് നോർമൽ ഷിറ്റ്. ഓക്കെ, ഡൂ സംതിങ് ക്രേസി, അല്ലെങ്കിൽ ഡൂ സംതിങ് ഈ നന്മമയമുള്ള നായകൻ അങ്ങനെയൊന്നും അല്ലാണ്ട് കുറച്ച് അങ്ങോട്ട് പുഷ് ദ ബൗണ്ടറീസ് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതിപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇത് പറയാനുള്ള, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അതൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റുള്ള ഒരാളാണ്. പക്ഷേ പുള്ളിയുടെ കുറേ അനുഭവങ്ങൾ കൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ആണ് പുള്ളി സിനിമയിലൂടെയും പോഡ്കാസ്റ്റിലൂടെയും ഇൻ്റർവ്യൂയിലൂടെയും പുറത്ത് പറയുന്നത്. ഓക്കെ, നല്ല കാര്യം, ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, നല്ല കാര്യം. പക്ഷേ ഈ സിനിമ ചെറുതായിട്ടൊന്ന് സെക്കൻഡ് ഹാഫ് പാളി. അതിപ്പോൾ നിങ്ങളില്ല, ഞങ്ങളില്ല, ഇങ്ങനെയില്ല എന്ന് പറഞ്ഞ കാര്യമില്ല, ചെറുതായിട്ടൊന്നും പാളിയിട്ടുണ്ട്. കം ബാക്ക് സ്ട്രോങ് ആണ്. ഓക്കെ, വി ആർ നോട്ട് എക്സ്പെക്ടിങ് സം ബുൾഷിറ്റ് മൂവീസ് ഫ്രം യു. വി ആർ എക്സ്പെക്ടിങ് സംതിങ് എക്സ്ട്രാordinary. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് സിനിമ ഇതിന്നെടുത്തു, നൈറ്റ് കോളെന്നെടുത്തു, പിന്നെ സെക്കൻഡ് സിനിമ പാളി, ഒന്നും എടുക്കാത്തത് കൊണ്ട് അങ്ങനെ ആൾക്കാർ പറയും. ഇതും ആ സിനിമയിൽ പറയുന്നുണ്ട്. ദർ ഇസ് കംപ്ലീറ്റ് ഒരു പോർഷൻ തന്നെ ഉണ്ട് ഇതിനെക്കുറിച്ച്. അതായത് ഒരുത്തൻ സിനിമ എടുക്കും വേറെ കോപ്പി അടിച്ചിട്ട്, വേറെ സ്റ്റൈലും മറ്റേതൊക്കെ കോപ്പി അടിച്ചിട്ട്. പുള്ളിയുടെ ഒരു വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോപ്പി എന്ന് പറഞ്ഞാൽ കഥയൊക്കെ ഏത് കഥ വേണമെങ്കിൽ കോപ്പി അടിക്കുക, പ്രശ്നമൊന്നുമില്ല അത്ര. ഈ സ്റ്റൈലും കട്ട്സും ക്യാമറ ആംഗിൾസും അതൊക്കെയാണ്, അതായത് മൊത്തത്തിൽ ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലാണ് കോപ്പി അടിച്ച പ്രശ്നം എന്നാണ് പറയുന്നത്. അതൊക്കെ ഒരു സംഭവമാണോ അറിയില്ല, ചിലപ്പോൾ പുള്ളിയുടെ ആ ഒരു തോട്ട് അങ്ങനെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ പറയും ആൾക്കാർ, നിങ്ങളുടെ സിനിമയിൽ നടന്ന സംഭവം പോലെ തന്നെ നിങ്ങളെ പറയും. അപ്പോൾ നിങ്ങൾ വേഗം ഒരു സിനിമ എടുത്ത് ഇവരിനൊക്കെ വായെടുപ്പിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ സിനിമയെ കുറിച്ച് പറയാൻ പോയി ഇനി എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു മണിക്കൂർ തന്നെ ഈ സിനിമയെ കുറിച്ച് പറയേണ്ടി വരും. ഇറ്റ് വിൽ ബിക്കം ലൈക്ക് എ സെക്കൻഡ് ഹാഫ് ഓഫ് ബോളിവുഡ് ടൈംസ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ബോറടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഗോ ഫോർ ദ നെക്സ്റ്റ് മൂവി വിച്ച് ഈസ് ഹീമാൻ.
ഞാൻ പറഞ്ഞല്ലോ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, പരിമള ആൻഡ് കോ കാണണോ ഹീമാൻ കാണണോ. ഓക്കെ, അപ്പം ഞാൻ പോയത് ഹീമാനും. ഇറ്റ്സ് ലൈക്ക്, അതായത് ഒരു പെർഫെക്റ്റ് മൂവിയാണ്. ബംബിൾ ബിയൊക്കെ എടുത്തില്ലേ, ആ ഡയറക്ടറാണത്. എന്തോ ഒരു നൈറ്റോ അങ്ങനെ എന്തോ ഒരു നൈറ്റ് എന്ന് പേരുള്ള ചെറിയ പ്രോപ്പർ മൂവി. അതായത് ഫോർ എ കിഡ്, നിങ്ങൾ ഭയങ്കര കളർഫുള്ളാണ്. അതുപോലെ ഭയങ്കര അനിമേറ്റഡ് ഗൂഫി അങ്ങനത്തെ ഒരു പരിപാടിയില്ലേ, ഡാഡ് ജോക്സാണ് മുഴുവൻ. ഈ നമ്മുടെ മറ്റു ചങ്ങയുണ്ടല്ലോ ജെയിംസ് ഗണ്ണ്, പിന്നെ ജെയിംസ് ഗണ്ണിനെ പോലത്തെ ഇതൊക്കെ എടുത്തില്ലേ, റഗ്നറോക്കൊക്കെ എടുത്തില്ലേ, ആ ഒരു സ്റ്റൈലില്ല. അതായത് ഒരു സീരിയസ് സീനേ ഉണ്ടാവില്ല. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഭയങ്കര സീരിയസ് മൊമെൻ്റ് ഉണ്ട്, അപ്പോൾ ഒരു കോമഡി വരും. ടൈക്ക വൈറ്റിറ്റി മറ്റുള്ള ഡയറക്ടറില്ല, പുള്ളിയുടെ എല്ലാ സിനിമയും ഇങ്ങനെ ഭയങ്കര കോമഡി. പുള്ളി ഒരു വേൾഡ് വാർ സെക്കൻഡ് സിനിമയൊക്കെ എടുത്തിട്ടുണ്ട്, അതേ മുഴുവൻ അങ്ങനെ. അത് പുള്ളിക്ക് ഒരു സീരിയസ്, ഈസ് ഫണ്ണി ആസ് എ പേഴ്സൺ. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എന്ത് സീരിയസ് സീൻ ഉണ്ടായാലും അതിൻ്റെ ലാസ്റ്റ് ഒരു കോമഡി വന്നിട്ട് ആ സീനെ ഇല്ലാതാക്കും. അത് നമുക്ക് ആദ്യമൊക്കെ കാണുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ ഇതന്നെ കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ ഒരുമാതിരി, ഒരു സിനിമയിൽ അത് കാണുമ്പോൾ കുഴപ്പമില്ലാവില്ല. ഇനിയും അതുകൊണ്ടാണ് റാഗ്നറോക്കിൻ്റെ ഹിറ്റിന് ശേഷം അടുത്ത സിനിമ തോറിൻ്റെ ഫ്ലോപ്പായില്ലേ. എന്നിട്ട് ആ ഡയറക്ടറിനെ ഇപ്പോൾ മാറ്റി മാർവലിന്. അതെന്തുകൊണ്ടാണ് ആ മാറ്റിയത്? എന്തുകൊണ്ടാണ് തോറിൻ്റെ 4th പാർട്ട് ഫ്ലോപ്പായത്? എന്തുകൊണ്ടാണ്? ഇതുകൊണ്ടാണ്. ആ റിപ്പീറ്റേറ്റീവായി. കാരണം ആൾക്കാർക്കൊന്ന് കണക്ട് ചെയ്യണ്ടേ. ആൾക്കാർ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കില്ലല്ലോ. കുറച്ച് സീരിയസ്, പിന്നെ കുറച്ച് ഫണ്ണി, പിന്നെ കുറച്ച് അങ്ങനെ കഥ, പിന്നെ അങ്ങനെയല്ലേ പോവാം. അപ്പോൾ അതുപോലത്തെ ഒരു സിനിമയാണ്, ആ ഒരു സ്റ്റൈലാണ്. കുറേ കോമഡി ഉണ്ട്, ചില കോമഡി ഫോഴ്സ്ഡ് ആണ്, പക്ഷെ ചില കോമഡിയൊക്കെ വർക്കായിട്ടുണ്ട്. മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൊസ്റ്റാൾജിയ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറേ സംഭവങ്ങൾ പെട്ടെന്ന് ഓർമ്മ വന്നേ. കഞ്ചറിൻ്റെ കാര്യം, പിന്നെ ആ ഒരു മെജീഷ്യൻ ഓർക്കൻ്റെ കാര്യം, അങ്ങനെ കുറേ സാധനങ്ങൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരിക. ഞാനത് പണ്ട് ഈ ഇപ്പോഴത്തെ ജൻസിക്കാർക്കൊന്നും അറിയണ്ടാവില്ല. ഈ ടി വിയിൽ വരുന്നത് മലയാളത്തിൽ ഡബ് ചെയ്തിട്ട്, ഏതോ ചാനലൊന്നും എനിക്ക് ഓർമ്മയില്ല, ഏഷ്യാനെറ്റിലാണോ ഏതോ ഒരു ചാനൽ വരും, ദൂരദർശനിൽ വരുമോ? ദൂരദർശനിലല്ല, ദൂരദർശനിലൊക്കെ ഞാൻ ഭയങ്കര ചെറുപ്പത്തിലാണ്, അന്ന് ഞാൻ ഈ കാർട്ടൂണൊന്നും കാണാറില്ല. അതിന് ശേഷം ഏതോ ഒരു ചാനൽ വരും, എന്തോ ഈ ചാനൽ വരുമ്പോൾ അന്ന് ഇത് മലയാളത്തിൽ കണ്ടു. അപ്പോൾ അന്ന് നമുക്ക് ഈ സംഭവം ഒന്നും അറിയില്ല. അന്ന് ഐ ഹാവ് ദ പവർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഞാൻ കുറേ കാലം നമ്മളിങ്ങനെ കുട്ടികളാകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ക്യാച്ച് ഫ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. ഞാനിങ്ങനെ കുറേ പറഞ്ഞൊക്കെ കഴിയുമ്പോൾ ക്ലാസ്സിലൊക്കെ പോയിട്ട് ഐ ഹാവ് ദ പവർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനെ പറയും. അതായത് നമുക്ക് ഈ കുട്ടികളാകുമ്പോൾ നമുക്ക് ഒരുപാട് സംഭവം മനസ്സിലാവുമൊന്നുമില്ല. ചില ഇവർക്ക് എന്തൊരു പവർ കിട്ടും ഇങ്ങനൊരു സാധനം പറഞ്ഞാൽ അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് പണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇവരെന്തിനാ അടി കൊള്ളും ഇതിൽ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ വെറുതെ ഐ ഹാവ് ദ പവർ എന്ന് പറയില്ല. ചില എപ്പിസോഡിലൊക്കെ അവസാനമേ പറയുള്ളൂ. വില്ലൻ മറ്റേ ജയിക്കാറാവുമ്പോഴൊക്കെയാണ് ഇപ്പം പറയുക ഫോർ ദ പവർ ഓഫ് ഗ്രേസ്കൾ ഐ ഹാവ് ദ പവർ എന്ന് പറയും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ചങ്ങായി നേരത്തെ പറയടാ, എന്തിനാണ് ഈ അവസാനം കൊണ്ട് പറയുന്നത്, നേരത്തെ പറഞ്ഞ് അവർക്ക് അടിച്ച് ഓടിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചതും ഇപ്പോൾ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ കാര്യമൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. സോ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ കടന്നു പോയത്. മൂവി എന്താണെന്ന് അറിയില്ല, ഭയങ്കര മോശമാണ്. റേറ്റിംഗ് ഒക്കെ 7.7 70% ഉള്ളൂ റോട്ടൻ ടൊമാറ്റോസിൽ. റേറ്റിംഗ് ഒക്കെ ഭയങ്കര മോശമാണ്. ബട്ട് മൂവി ഇപ്പോൾ ഇതിങ്ങനെ അല്ലാണ്ട് എന്ത് എടുക്കുക, ഭയങ്കര സെൽഫ് അവെയറാണ്. ഇതിലും സീനിൽ പറയുന്നത് ലൈക്ക് എന്തിനാണ് ഈ സ്കെൽട്ടോർ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലൻ, സ്കെൽട്ടോർ എന്തിനാണ് ഇങ്ങനെ ഓരോ ചെയ്യുന്നത്, എന്തിനാണ് ഇവനെ ആൾക്കാരിനൊക്കെ ബന്ദികളാക്കി വയ്ക്കുന്നത്, ആൾക്കാർ ഈ നഗരത്തിനെയൊക്കെ നശിപ്പിക്കുന്നത് എന്തിനാണ്? ബിക്കോസ് ഹീ ഈസ് എ ബാഡ് ഗൈ. അപ്പോൾ ഹാവ് യു സീൻ ഹിസ് ഫേസ്? ഹി ഹാസ് എ സ്കൾ ഫോർ എ ഫേസ്. തലയൊട്ടിൻ്റെ ഒരു ഫേസാണ് അയാൾക്ക്. അയാൾ ബാഡ് ഗൈ ആണ്, അതുകൊണ്ട് ഇയാൾ ഇങ്ങനെ ചെയ്യണം. അല്ലാണ്ട്
മറ്റേ ഒരു കാരണമൊന്നുമില്ല. ഈ സ്കെൽറ്റോ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ്. കാരണം ഈ കാർട്ടൂണിലായിക്കോട്ടെ ഭയങ്കര ഇങ്ങനെ ഒരു ഭയങ്കര ഒരു അനിമേറ്റഡ് വോയിസ് പോലത്തെ ഒരു വോയിസാണ്. അങ്ങനെയൊക്കെയാണ് ചിരിക്കുക, അങ്ങനത്തെ ഒരു വോയിസാണ്. ഈ ഇതിൽ വരട്ടെ ജെറാർഡ് ലെറ്റോ ആണ് സ്കെൽറ്റോ ആയിട്ട് വന്നിരിക്കുന്നത്. ജെറാർഡ് ലെറ്റോൻ്റെ കുറേ കാലത്തിന് ശേഷം എന്താ പറയുക ഒരു നല്ല സിനിമ. പക്ഷെ അതിൽ ജെറാർഡ് ലെറ്റോൻ്റെ ഫേസോ ജെറാർഡ് ലെറ്റോൻ്റെ ഒരു സംഭവങ്ങളും ഇല്ല. ജെറാർഡ് ലെറ്റോ ആണെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഓഹോ ഇത് ജെറാർഡ് ലെറ്റോ ആയിരുന്നോ എന്ന് തോന്നുക. ഭയങ്കര ഒരു അനിമേറ്റഡ് വില്ലനാണ്, ലൈക്ക് തമാശയൊക്കെ പറയുന്ന വില്ലനാണ്. ഫുള്ള് മണ്ടത്തരകളെ ചെയ്യുള്ളൂ. അതാണ് സ്കെൽറ്റോർ. ഹീമാൻ ആവട്ടെ നമ്മുടെ മറ്റേ ഡാർക്ക് നൈറ്റിൽ ബാറ്റ്മാനെ പോലെയാണ്, കൊല്ലില്ല. ഹീമാൻ കൊല്ലില്ല, സ്കെൽറ്റോനെ കൊല്ലില്ല. അപ്പം എന്താ, ഈ സ്കെൽറ്റോർ എന്തെങ്കിലും കൊണ്ടുവരും, ഹീമാൻ അതിനെ തകർക്കും. സ്കെൽറ്റോർ വീണ്ടും എന്തെങ്കിലും കൊണ്ടുവരും, അതിനെ തകർക്കും. തന്നെയാണ് ഈ സ്കെൽറ്റോറിൻ്റെ അൺടിൽ വി മീറ്റ് അഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മീം പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അത് പുള്ളി ഇങ്ങനെ എല്ലാ എപ്പിസോഡിൻ്റെ ലാസ്റ്റോ അതെന്തോ ഒരു സംഭവമാണ്. ഇതിങ്ങനെ ഈ ഒരു തമാശ പോലെ ഓരോ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയും അൺടിൽ വി മീറ്റ് അഗെയിൻ എന്നിട്ട് ഇങ്ങനെ ഓടിപ്പോവും. അങ്ങനെ കുറേ മീം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈസ് ലൈക്ക് നോട്ട് എ സീരിയസ് വില്ലൻ. അത് ഭയങ്കര ട്രിക്കിയാണ് ചെയ്യാൻ. നമുക്ക് ആളിനെ കാണുമ്പോൾ ഭയങ്കര സ്കെൽറ്റൺ മറ്റേ ഹുഡൊക്കെ ഇട്ടിട്ട് ആകെ ഡാർക്ക് പോലെ ഉണ്ടാവും. പക്ഷേ തമാശ മനുഷ്യരാണ്. ഇതിൽ തന്നെ ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്, ലൈക്ക് ഒരു HR ഡിപ്പാർട്ട്മെൻറ്റിലെ ഉള്ളിൽ പോയിട്ട് ഒരു സൂട്ടൊക്കെ ഇട്ടിട്ട് വരുന്ന പോലത്തെ ഒരു സീനുണ്ട്. അങ്ങനെ കുറേ ഇങ്ങനത്തെ ഒരു ഫണ്ണായിട്ടുള്ളൊരു മൂവിയും ഈ ഫണ്ണായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഹീമാൻ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് നോട്ട് സീരിയസ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഒരു ഹീമാൻ ഉണ്ട്, ആ ഹീമാനും ഇതിൽ ചെറിയൊരു റോളിൽ വരുന്നുണ്ട്. അതിൻ്റെ പേര് ഈ മറ്റേ അങ്ങനെ എന്തോ ഡോൾഫ് ലങ്ഡ്രൻ എന്ന് പറഞ്ഞിട്ട് എക്സ്പാൻഡബിൾസിലേക്കുള്ള ഈ റോക്കിയിലേക്കുള്ള ഒരു റഷ്യക്കാരനെ പോലത്തെ ഒരാളുണ്ട്. അപ്പോൾ പുള്ളിക്കാരനാണ് 1987 എന്തോ എടുത്ത ഹീമാനിലുള്ളത്. ആ ആളുടെ ഒരു ക്യാമിയോ ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ ആ ഹീമാൻ നിങ്ങൾ കുറച്ച്, ഞാൻ വീട്ടിൽ വന്നിട്ട് ആ ഹീമാൻ ആമസോൺ പ്രൈമിലുണ്ട്, ഞാൻ അതൊക്കെ കുറച്ച് കണ്ടു. പിന്നെ യൂട്യൂബിൽ പണ്ടത്തെ കാർട്ടൂൺ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നൊസ്റ്റാൾജിയ വന്നിട്ട് ആ സിനിമ കാർട്ടൂൺ കാണുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ലൈക്ക് ഇപ്പോൾ വല്ല ജെൻസിക്കാർക്ക് ഇതെന്താ സംഭവം എന്ന് അറിയുന്നുണ്ടെങ്കിലോ യൂട്യൂബിൽ കുറേ എപ്പിസോഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ കാർട്ടൂൺ എടുത്ത് കാണാം. ഇറ്റ് വെരി വലിയ ഗൂഫി സാധനമാണ്, ഫുൾ തമാശയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. യു ക്യാൻ വാച്ച് ഇറ്റ് ഈ യൂട്യൂബ്, അന്നത്തെ ആ ഒരു കാർട്ടൂൺ. അപ്പോൾ അത് കാരണമാണ് ഇത് ഭയങ്കര ഫേമസ്. പിന്നെ അത് കാരണം സിനിമ ഇറങ്ങി. പിന്നെ ഇത്രയും കാലം ഒന്നും ചെയ്തിട്ടില്ല. ആമസോൺ MGMകാരുടെ കയ്യിലാണ് റൈറ്റ്സ് ഉള്ളത്. ഇനിയിപ്പോൾ അവരറിയാമല്ലോ, അവരെന്തായാലും ഇതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതിപ്പോൾ എത്ര കളക്ട് ചെയ്യും ഭയങ്കര സംഭവമോ എന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് ഫൺ. തിയേറ്ററിൽ ഞാൻ പോയപ്പോൾ വിചാരിച്ചു കുറേ പിള്ളേരായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. ഒരു പിള്ളേർ പോലും ഇല്ല, മുഴുവൻ മറ്റേ പഴയ ടീംസ് 90s കിഡ്സാണ് മുഴുവൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അവിടെ ഉള്ള എല്ലാവരും ഇങ്ങനത്തെ സിനിമകളൊക്കെ സാധാരണ കാണാൻ പോയ കുറേ പിള്ളേരൊക്കെയാണ് വരിക. ഈ ക്ലാസ് കട്ട് ചെയ്തിട്ടും സ്കൂളിൽ പോകാണ്ടും ഒക്കെ പിള്ളേരായിരിക്കും ഇങ്ങനത്തെ സിനിമയ്ക്കൊക്കെ വരിക. പക്ഷേ ഇതിൽ ഫുൾ 90s ആൾക്കാരായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് കാണാൻ പിള്ളേർ വരുമോ അതോ പഴയ ആൾക്കാരാണോ എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ നോക്കിയത് എല്ലാം മറ്റേ 90s കിഡ്സാണ് ഫുള്ള്. ഓക്കെ, അത് ആ അന്നത്തെ ആ ഒരു കാർട്ടൂൺ. അന്ന് ഇതൊക്കെ TV യിൽ വരുള്ളൂ. പണ്ട് നമുക്ക് ഓപ്ഷൻസ് ഇല്ല. ഇപ്പോൾ നമുക്കൊരു സാധനം ഇത് കാണണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻസ് ഈ പണ്ടില്ല, ഇപ്പം ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ ഒരു കാര്യമാണ് ഈ ഹീമാൻ്റെ ഒരു സംഭവം. ഇത് നിങ്ങൾ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഫണ്ണാണ്, ഭയങ്കര കളർഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇത് കാണിച്ചു കൊടുക്കുക. ഭയങ്കര കളർഫുള്ള്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. നമ്മൾ കുട്ടികളായിരുന്നപ്പോഴാണ് ഇത് ഇഷ്ടപ്പെട്ടത്. അതുപോലെ ഇപ്പോൾ നിങ്ങളൊരു കുട്ടിയാണെങ്കിൽ യു ക്യാൻ ഈസിലി വാച്ച് ദിസ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ആരാ വില്ലൻ? സ്കള്ളിൻ്റെ ഫേസുള്ള ആൾ വില്ലൻ. ആരാ നായകൻ? നല്ല മസിലൊക്കെ ഉള്ള ഒരു വാളൊക്കെ പിടിച്ചിട്ടുള്ള ആൾ നായകൻ. വെരി ഈസി. പിന്നെ കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ആ അച്ഛനെയൊക്കെ കൊന്നിട്ടൊക്കെ ഉണ്ട്.
ഇതിൽ കാർട്ടൂണിലൊക്കെ അച്ഛനൊക്കെ ജീവനോടെ ഉണ്ട്. ഞാൻ അത് ഇന്നാൾ കാർട്ടൂൺ എടുത്ത് നോക്കുമ്പോഴാണ് അച്ഛനൊക്കെ ഇതിലുണ്ടല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ എന്തൊക്കെയോ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് എന്താ കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി അതിനെക്കുറിച്ച് നോക്കേണ്ടി വരും. ഈ ഹീമാന് എന്തോ വേറെ സിബ്ലിങ് എന്തോ ഉണ്ട്. അപ്പം അതിൻ്റെ എന്തൊക്കെയോ ഒരു സംഭവം സംഭവം മനസ്സിലായില്ല. അത് ഞാൻ ആദ്യം നോക്കേണ്ടി വരും തോന്നുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ഹീമാൻ. ഇതിലിപ്പോൾ നമുക്ക് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഗോ വാച്ച് ഇറ്റ്. ഡബിൾ ഇല്ല, സിംഗിൾ തംസപ്പ്. മറ്റേതിന് ഞാൻ റേറ്റിംഗ് ഒന്നും പറയില്ല, അതിനും സിംഗിൾ തംസപ്പേ ഉള്ളൂ. മോളിവുഡ് ടൈംസിനും. ഇഫ് യു ആർ എ സിനിഫൈൽ, ഇഫ് യു ആർ ടു മച്ച് ഇൻ ടു മൂവീസ്, ദെൻ ഡബിൾ തംസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ റിവ്യൂസിൻ്റെ കാര്യം. ഇനി നമുക്ക് ന്യൂസിലേക്ക് കിടക്കാം. ലെറ്റ്സ് സീ ഇഫ് ദർ ഇസ് എനി ന്യൂസ് ഫോർ അൺഎംപ്ലോയ്ഡ് പീപ്പിൾ. അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷിക്കാം. വലിയ ന്യൂസുകളൊന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ ന്യൂസ്. മൂവി വലിയ ന്യൂസൊന്നുമില്ല. ആകെ ഒരു ഫണ്ണായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നത് മേട്ടൻ എയറിലേക്ക് പോയതാണ്. ഈ സിനിമ നിൽക്കുമ്പോൾ കാണിക്കുന്ന ഒരു നന്മമരം കളിയുണ്ടല്ലോ. ഈ ജയസൂര്യക്കാണ് നല്ലോണമുള്ളത്. മറ്റേ റോഡിൻ്റെ കുഴി അടയ്ക്കുക, ഓരോന്ന് ചെയ്യുക, എന്നിട്ട് അതിന് വീഡിയോ എടുത്തിട്ടിടുക. ഇയാൾ ഭയങ്കര നല്ല ആളാണ് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു PR വർക്ക് ഉണ്ടല്ലോ. അത് ഇനി PR ചെയ്യുന്നവരാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സൂക്ഷിച്ചു വെച്ചോ. ആരും കാണുന്നും ഉണ്ടാവില്ല. എന്നാലും ഇത് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് എനിമോർ. പീപ്പിൾ ക്യാൻ സീ നൗ. പണ്ടത്തെ പോലെ ആൾക്കാരെ പറ്റിക്കാൻ അങ്ങനെ പറ്റുന്നില്ല. അവരും ഈ ഇൻ്റർനെറ്റും ഇതിലൊക്കെ തന്നെയല്ലേ നോക്കണ്. നടക്കുന്നില്ല. ഇനി അത് വെച്ചതായിട്ടൊന്ന് നിർത്തിക്കും. അത് ഈ സിനിമ ഇറങ്ങാൻ പോകുമ്പോൾ കാണിക്കുന്ന ഒരു നന്മമരം കളി. മേട്ടൻ തമിഴ്നാട്ടിൽ പോയിട്ട് ഒരു കാര്യം പറയാം, കേരളത്തിൽ വന്നിട്ട് ഒരു കാര്യം പറയാം. അത് ആൾക്കാർ കയ്യോടെ പിടിച്ചു. ഇതൊക്കെ എങ്ങനെ പിടിക്കണ് ഇത് ആലോചിക്കുന്നത്. ഞാൻ ആ വീഡിയോ கூட കൊടുക്കാതെ നിങ്ങളൊന്ന് കാണണം. நம்ம என்ன ஒரு வாட்டி கூட பாருங்க, கடைசியில இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். என்னன்னா அதோட கிளைமேக்ஸ் ஷூட் பண்ணிருக்கும் போது ஜோஷி சார் தான் டைரக்டர். என்னோட போர்ஷன் ஃபைட் எல்லாம் முடிஞ்சிருச்சு. கடைசியில இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷாட் மட்டும் எடுக்கணும். அது எப்படினாலும் இந்த ஃபைட் எல்லாம் முடிஞ்சு எப்படி வருது பார்த்து தான் எடுக்க முடியும். இன்னும் 2 days இருக்கு சொன்னாங்க. கரெக்டா தீபாவளி டைம் எங்க வீட்டுல சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்ல உனக்கு தீபாவளி பெருசா, கடைசியில எல்லாரும் 5 பேர் நடந்து வருது பெருசா யோசிச்சேன். சார் எனக்கு தீபாவளி தான் முக்கியம் அப்படின்னா போகணும். 2020 പടത്തിൽ വന്ന ക്ലൈമാക്സിൽ വന്ന സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരും നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ പക്ഷേ ജയറാമേട്ടൻ മിസ്സിംഗ് ആണ്. അപ്പോൾ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. അത് ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്. അതിങ്ങനെ ജോഷി സാറിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ സീനൊക്കെ കഴിഞ്ഞു, ആ ഫൈറ്റിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. വെയിറ്റ് ചെയ്യടാ, നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ആ ഷോട്ടും കൂടി എടുത്താൽ ഞാൻ പറയുന്നത് സാർ എടുക്കണം, വൈകുന്നേരത്തോട് എടുക്കാന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ പോയി വൈകുന്നേരമായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനടുത്ത ദിവസമായി രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു സാർ എടുക്കെടുക്ക പറ്റിയത്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അന്നും എടുക്കാൻ പറ്റില്ല. തീരുമാനം പിന്നെ എന്റെയാണ് എടുക്കേണ്ടത്. അതിന് പോകണോ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോൾ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി. അതായത് ഇതിൽ പറയുന്നത് ഈ 2020 ഏതാണ് ആ ലാസ്റ്റ് ഷോട്ട് എനിക്കെന്നത് ഓർമ്മയില്ല. 2020 സിനിമയൊക്കെ ഒരു തല്ലിപ്പൊള്ളി സിനിമയായിട്ടാണ് എനിക്ക് അന്നും തോന്നിയിട്ടുള്ളത്, ഇന്നും തോന്നിയിട്ടുള്ളത്. അതിലെന്തോ ഒരു ഷോട്ടുണ്ട് അത്ര. ആ ഷോട്ടിൽ ജയറാം ഉണ്ടായിരുന്നില്ല. തമിഴ്നാട്ടിൽ പോയിട്ട് പറയും എനിക്ക് ദീപാവലിയാണ്, ചെന്നൈക്ക് പോകണം പറയും. കേരളത്തിൽ വന്നാൽ പറയും എനിക്ക് ശബരിമലയ്ക്ക് പോകണം പറയും. അതുകൊണ്ട് ഞാൻ ഷൂട്ടൊക്കെ പുല്ല് എന്ന് വിട്ടിട്ട് ഞാൻ ശബരിമലയ്ക്ക് പോയി പറയും. ഇനിയിപ്പോൾ തെലുങ്കിൽ വല്ല പോയി കേട്ട് പറയും, വല്ല മറ്റേ തെലുങ്കിലാരാണ് മറ്റേ ലഡ്ഡു ഒഴിക്കാൻ തിരുപ്പതി പോയിന്ന് അങ്ങനെ അധികം പറയുമായിരിക്കും ഇനി ആന്ധ്രയിൽ പോയിട്ട്. സോ അങ്ങനത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മനുഷ്യനാണ്. അത് ഇത്തിരി പാളിയതാണ്. അതായത് ഇതൊക്കെ ഇങ്ങനൊരു ഈ ഫസ്റ്റത്തെ കണ്ട അത് ആങ്കറാണ് ചോദിക്കുന്നത്, ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടല്ലോ, മനസ്സിലായി? അത് ആ PR ടീമാർ എഴുതി കൊടുക്കുന്ന സാധനമാണ്. ഇങ്ങനെ ചോദിക്കുക, ഇങ്ങനെ ഒരു കഥയുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ അത് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ പറയണത്, മനസ്സിലായ? സോ ദിസ് ഇസ് ലൈക്ക് എന്താ പറയുക, ഒരു PR സ്റ്റോറിയാണ്. ആ PR അതിനെ പിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്കത് അവർക്ക് ഓർമ്മയില്ല. അവർക്ക് ഓർമ്മയില്ലെങ്കിൽ ആൾക്കാർക്ക് ഓർമ്മയുണ്ട്, കയ്യോടെ തൂക്കി. അപ്പോൾ ഈ ആഴ്ചത്തെ ഏറിപ്പോയ ആൾ മേട്ടനാണ്. ജയറാമിൻ്റെ അവസ്ഥ കംബാക്ക് നടന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. സിനിമ വലിയ ഗുണമില്ല എന്നാണ് എല്ലാവരും ഞാൻ കണ്ടില്ല, കാണണം. ഞാനിനി മിക്കവാറും തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിട്ടായിരിക്കും പോവുക. ഇപ്പോൾ ഈ 2 സിനിമ കാണാൻ പറ്റുള്ളൂ.
പിന്നെന്താ, പിന്നെ ഈ ആഴ്ച ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവം നടന്നത്. ബാലൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ മാസമാണ് അത് റിലീസ്. ഈ 19-ാം തീയതിയാണ് റിലീസ്, ജൂൺ 19. കിടിലൻ കോൺസെപ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. സംതിങ് ഓഫ് ബീറ്റ്, അല്ലെങ്കിൽ ഒരു ഡാർക്ക്, എന്തോ ഒരു ഡാർക്ക് സാധനം വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിദംബരം ആ കാര്യത്തിൽ ഉഷാറാണ്. കാരണം എത്ര ഓഫർ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ആലോചിക്കാവുന്നല്ലേ ഉള്ളൂ. മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞിട്ട് തമിഴ്നാടിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ ഓഫർ കിട്ടിയിട്ടുണ്ടാവില്ലേ? എന്താ പറയുന്നത്, തമിഴ്നാട്ടിൽ ഇത്രയും ഹിറ്റായ സിനിമ അവർക്കാണെങ്കിൽ ഒരു ഡയറക്ടറിനെ ഇല്ലാണ്ടിരിക്കാൻ, ഒരു ഹിറ്റ് അടിക്കാൻ പറ്റാണ്. എത്ര ഓഫർ കിട്ടിയിട്ടുണ്ടാവും. ചിദംബരവും മറ്റ് ടീംസൊക്കെ ആണെങ്കിൽ തമിഴ്നാട്ടിൽ പോയി അവിടുത്തെ എല്ലാ TV പരിപാടിയും പ്രമോഷൻ പരിപാടിയും എല്ലാത്തിലും നട്ടന്ന് പോയിട്ടുണ്ട്. സോ ദേ നോ ദിസ് ഗൈ. അപ്പോൾ എന്താണ്, ഇഷ്ടംപോലെ ഓഫേഴ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. എന്നിട്ടും ജിത്തു മാധവൻ്റെ സ്ക്രിപ്റ്റാണ്. ജിത്തു മാധവൻ്റെ സ്റ്റോറി ഇതിന് മുന്നേ ഇറങ്ങിയത് പൈങ്കിളിയാണ്. അതുകൂടി എല്ലാവരും ഇടയ്ക്കത് ആലോചിക്കണം. പുള്ളി മറ്റേ നൈസ് കഥയൊക്കെ പുള്ളി എടുത്തിട്ട് മറ്റേ ഇങ്ങനത്തെ ഒരു വള്ളിക്കഥകളാണ് കൊടുക്കുക. പക്ഷേ ചിദംബരമൊക്കെ ആയതുകൊണ്ട് നല്ലതായിരിക്കും വിചാരിക്കുന്നു. ബട്ട് ട്രെയിലർ ഈസ് ഷോക്കിങ്. ഞാൻ വിചാരിച്ചത് എന്തോ കുട്ടികൾക്കുള്ള ബാലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചത് എന്തോ കുട്ടികൾക്കുള്ള എന്തോ ഒരു പരിപാടിയായിരിക്കും, വല്ല കുട്ടികളുടെ കഥയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് ഞാൻ പേര് ആദ്യം കേട്ടപ്പോൾ മനസ്സിലായത്. പിന്നെ ഇതിൻ്റെ ഒന്നും പുറത്ത് വിട്ടിട്ടില്ലല്ലോ ഇപ്പോഴല്ലേ എന്തെങ്കിലും ഒരു സാധനം. വെറുതെ പണ്ട് എന്താ ഉണ്ടായിരുന്നു, ഒരു ബാലെന്നോ എഴുതിയ ഒരു പോസ്റ്റർ എന്തോ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒരു ട്രെയിലർ തന്നെ. ഇനിയിപ്പോൾ എന്താ, ട്രെയിലർ പുറത്തോടായില്ല, 19 റിലീസ്. അത് നൈസായിരിക്കും. എല്ലാത്തിലും റിലീസ് ചെയ്യുന്നത് തമിഴിൽ, ഹിന്ദിയിലുണ്ടോ അറിയില്ല, 2-3 ലാംഗ്വേജിലൊക്കെ ഉണ്ട്. മഞ്ഞുമലൊക്കെ ഹിറ്റായ സ്ഥിതിക്ക് നല്ല മാർക്കറ്റ് ഉണ്ടല്ലോ ചിദംബരത്തിന്. ഓക്കെ, നന്നാവട്ടെ. കുറേ കാലം ഒരു ഡാർക്ക് സിനിമ കണ്ടിട്ട് അതുപോലെ ഉണ്ട്. കുട്ടിയും ഒരു അമ്മയും, അമ്മയ്ക്ക് എന്തോ ഒരു പാസ്റ്റോ അല്ല അമ്മേൻ്റെ എന്തോ ഒരു സീനാണ്. ഈ നാട് വിട്ട് അങ്ങനെ നടക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. സോ എന്തെങ്കിലും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവുമല്ലോ, മേ ബി. എന്തൊക്കെ പോലീസ് അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. ലാൽ ജൂനിയറാണ് പോലീസായിട്ട്. ഗിരീഷ് ഏടിയുണ്ട്. ഫുള്ള് ഡയറക്ടർമാരുടെ കളികളാണ്. അറിയില്ല, നന്നായി വരട്ടെ. കാണാൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് സംസാരിക്കുള്ളത് യൂഫോറിയൻ്റെ നമുക്ക് ഫിനാലെ കഴിഞ്ഞു. സോ സ്പോയിലറായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. സോ ഒരുപാടൊന്നും പറയാനില്ല. ലൈക്ക് റൂ മരിച്ചു അറിയാലോ. അപ്പോൾ എല്ലാവരും പറയണു യൂഫോറിയ എന്താ ഇങ്ങനെ. തുടക്കം മുതലേ യൂഫോറിയെ എല്ലാവരും കുറ്റമാണ് പറഞ്ഞു. ഞാൻ അപ്പോഴും പറഞ്ഞു യൂഫോറിയ ഇങ്ങനെയാണ്. യൂഫോറിയ എന്ന് പറഞ്ഞാൽ അഡൽട്ടാണ്. ഓൺലി ഫാൻസിൽ കാണിക്കുന്ന കാര്യങ്ങളെ ഇതിൽ കാണിക്കുന്നുള്ളൂ. സിഡ്നി സ്യൂനിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു ഇത് ചെയ്യിപ്പിച്ചു എന്നൊക്കെ. സിഡ്നി സ്യൂനിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ ഈ കാണുന്നവർക്കാണ് പ്രശ്നം. ഈ ഫസ്റ്റും സെക്കൻഡും സീസൺ ഓഫ് യൂഫോറിയ ഈസ് അണ്ടർ ഏജ് കിഡ്സ്. ദേ ആർ അണ്ടർ ഏജ് കിഡ്സ് ഡൂയിങ് ഫക്ഡ് അപ്പ് തിങ്സ്. അതൊന്നും ആർക്കും പ്രശ്നമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ്, പ്രായപൂർത്തിയായിട്ടില്ല. അവരാണ് എന്തൊക്കെയാണ് ചെയ്യാൻ ബാക്കിയുള്ളത്, എല്ലാം ചെയ്യുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഇവർ മുതിർന്നിട്ട് വലുതായപ്പോൾ ഇവരൊക്കെ എന്താ വലുതായി എന്നൊക്കെ. പിന്നെ എന്ത് ചെയ്യണം, സ്ട്രേഞ്ചർ തിങ്സിലെ പോലെ ചെറിയ പിള്ളേർ പിന്നെ വലുതാവുമ്പോഴും അവരപ്പോഴും സ്കൂളിൽ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കണം, അതാണോ വേണ്ടത്? അതോ കഥ വളരുന്തോറും അവരും വളർന്ന ആ ഒരു സംഭവമാണ് കാണിക്കേണ്ടത്. പിന്നെ അതിൻ്റെ എൻഡിങ് ആണ് ആ ഒരു ക്യാരക്ടർ ആർക്കുണ്ടല്ലോ റൂവിൻ്റെ. സോ ഇറ്റ് വാസ് ലൈക്ക് ബ്യൂട്ടിഫുള്ളി ഡൺ. അതായത് ഒരു ഡ്രീം സീക്വൻസ് പോലത്തെ ഇതിലൊരു ഡ്രീം സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതിൽ റൂ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ഡൈയിങ് ആക്ച്വലി. ഫെൻറ്റനൽ അലമോ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഫെൻറ്റനൽ മിക്സ് ചെയ്തിട്ടുള്ള ഡ്രഗ് കൊടുക്കുമ്പോൾ ഷീ വാസ് ഡൈയിങ് ആക്ച്വലി. ആ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മനെ കാണുന്നു. അമ്മയുടെ അടുത്ത് ഗുഡ് ബൈ പറയാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ അടുത്തേക്ക് പോകുന്നു. ഈ ഫെസ്കോനെ കാണിക്കുന്നു. അവനാണ് ശരിക്കും മരിച്ചത്. ഫെസ്കോനെ രക്ഷപ്പെടുത്തണം, ജയിലിൽ ചാടി രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അതൊരു സീക്വൻസ്.
പിന്നെ ഫെസ്കോ ഫ്രീ ആയി എന്ന് പറഞ്ഞിട്ട് ഫെസ്കോൻ്റെ കൂടെ ഒരു വലിയൊരു ഫീൽഡിൽ ഇങ്ങനെ കളിച്ച് ചിരിച്ച് നിൽക്കുന്ന ഒരു സംഭവം, അമ്മേൻ്റെ അടുത്ത് വന്ന് ഗുഡ് ബൈ പറയുക. സോ ദീസ് ആർ ഓൾ ഹാപ്പനിങ് ഇൻ ഹെർ മൈൻഡ്. ആക്ച്വലി ഷീ ഈസ് ഡൈയിങ്. സോ ദാറ്റ് വാസ് റിയലി ലൈക്ക്, ഞാൻ ആദ്യം കേട്ടപ്പോൾ തന്നെ ഇങ്ങനെ സത്യം പറഞ്ഞ് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഇതൊക്കെ റിയൽ ലൈഫിൽ നടക്കുകയാണ്. ഞാൻ ഇനി ഈ ഫെസ്കോനെ ഇനി വെച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനാണോ? കാരണം അങ്ങനെയാണ് ആ കാണിക്കുന്നത്. ആദ്യം ഡ്രീം സീക്വൻസ് കാണിക്കുന്നത്, പിന്നെയാണ് ഇപ്പോൾ മരിച്ചു എന്ന് അറിയണത്. ഡ്രൂ സെൻഡയെ മരിച്ചു എന്ന് പിന്നെയാണ് അറിയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കണ്ടപ്പോൾ ഇതെന്താ ഇത് ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ എനിക്ക് തോന്നി. പിന്നെ അത് കണ്ടപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഷോക്കിംഗ് ഫോർ മീ. ലൈക്ക് കൊന്നല്ലോ, മെയിൻ ക്യാരക്ടറിനെ കൊന്നല്ലോ. അതിനാണ് ധൈര്യം വേണ്ടത്. അത് മര്യാദയ്ക്ക് ചെയ്ത് ആ ക്യാരക്ടർ ആർക്ക്, അതായത് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളാണ് റൂ. ഒരുപാട് ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അവസാനം രക്ഷപ്പെടാം എന്ന് വന്ന് നിൽക്കുമ്പോൾ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ബിക്കോസ് ഷീ ഈസ് ആൻ അഡിക്റ്റ്. ഓക്കെ, അവൾക്ക് ആ ഡ്രഗ് കൊടുക്കുമ്പോൾ അത് വേണമെങ്കിൽ കഴിക്കാണ്ട് ഇരിക്കുക, ബട്ട് അത് പറ്റുന്നില്ല. ബോഡി പെയിനാണ്, പെയിൻ കില്ലേഴ്സാണ് കൊടുക്കുന്നത്. അത് വേണമെങ്കിൽ കഴിക്കാണ്ടിരിക്കാം, ബട്ട് ഷീ ഈസ് ടേക്കിങ് ഇറ്റ്. ഷീ വിൽ ടേക്ക് ഇറ്റ് എന്ന് വില്ലനോ അറിയാം, അലമോയ്ക്കോ അറിയാം. അപ്പോൾ അലമോ അത് കൊടുക്കുന്നു, റോ അത് കഴിക്കുന്നു, അതിൽ ഫെൻറ്റനലുണ്ട്, മരിക്കുന്നു. ആ മരിക്കുന്ന സീക്വൻസ് ഇറ്റ്സ് കംപ്ലീറ്റിംഗ് ദ ക്യാരക്ടർ ആർക്ക് ഓഫ് ദാറ്റ് റൂ. ഭയങ്കര ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. ഈ കുറേ പേര് വന്നിട്ട് ഇതൊക്കെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു എൻഡിങ് ആയിരുന്നു. അവസാനം ഈ അലീനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണിക്കും, പക്ഷെ ഫുള്ളായിട്ടൊന്നും കാണിക്കില്ല. സോ അലിയുടെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിച്ചത്, അലിയുടെ ഒരു എന്തിനാണ് അലി ഈ ഒരു സീരീസിൽ എന്ന് നമുക്ക് കാണിച്ചു തന്നു. കാരണം ഇയാളുടെ ഒരാവശ്യമില്ലാണ്ട് വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അവസാനം കാണിച്ചു തന്നില്ലേ, ഇതിനാണ് അലി. സിഡ്നി സ്യൂലൻ്റെ ക്യാരക്ടറാണെങ്കിലും വെരി ലോൺലി ആയിട്ടുള്ളൊരു പേഴ്സൺ. അത് ഈ ഓൺലി ഫാൻസ് ചെയ്യുന്ന എല്ലാവരുടെയും കാര്യമൊക്കെ ഇങ്ങനെ തന്നെയാണ്. കുറേ പൈസയ്ക്ക് വേണ്ടി ചെയ്യും, പിന്നെ കുറേ പൈസ കിട്ടുമ്പോൾ അതിൽ നിന്ന് പിന്നെ റിട്ടയേർഡ് ഓൺലി ഫാൻസ് മോഡൽ എന്ന് പേര് വരും. പിന്നെ ആരും മൈൻഡ് ചെയ്യില്ല. പിന്നെ കുറേ വേറെ എന്തെങ്കിലുമൊക്കെ കോണ്ടൻറ്റിലേക്ക് കടക്കും. ഡെയിലി വ്ളോഗിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ഓരോ ട്രാവൽ വ്ളോഗിങ്ങോ ഫുഡ് വ്ളോഗിങ്ങോ എന്തെങ്കിലുമൊക്കെ പോകും. പിന്നെ വീണ്ടും അതൊന്നും വർക്കാവില്ല എന്ന് കാണുമ്പോൾ വീണ്ടും ചിലപ്പോൾ ഓൺലി ഫാൻസ് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് സിഡ്നി സ്വിനി. അപ്പോൾ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനും കറക്റ്റ് അതായതായിട്ടുള്ള എൻഡിങ് കൊടുത്തു. നെയ്റ്റിന് മാത്രം തിരി കഷ്ടപ്പെടുത്തി, കൊല്ലേണ്ടി ഇതില്ല പാവത്തിനെ. പക്ഷെ കൊല്ലുമ്പോഴല്ലേ ആ ഒരു ഇത് വരിക. ഇതാരും കൊല്ലണമില്ല, ആ ബോയ്സിലും തന്നെ ആരെയും കൊന്നില്ല, ഒന്നും ചെയ്തില്ല. കോമിക് ബുക്കിൽ പോലും കുറേ ആൾക്കാർ മരിക്കുന്നുണ്ട് ബോയ്സിൽ. ഹ്യൂയി ഒഴിച്ച് ബാക്കി എല്ലാവരും, ഹ്യൂയും സ്റ്റാർലൈറ്റ് ഒഴിച്ച് ബാക്കി എല്ലാവരും മരിക്കും. അതും പോലും ചെയ്യുന്നില്ല. what the fuck. അത് സേഫ് പ്ലേ ആണ്. അത് ഒരുമാതിരിയാണ്. അതാ എനിക്ക് പറയാനുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ന്യൂസ് സെക്ഷൻ. ലെറ്റ്സ് ഗോ ടു മൂവീസ് ആൻഡ് സീരീസ് റിലീസിങ് ദിസ് മന്ത്. ഒരു ലോഡുണ്ട്, ഓരോന്നും എടുത്ത് നോക്കാം. പന്ത്രണ്ടാം തീയതി എന്ന് പറഞ്ഞ തീയതി വൻ ബിസിയാണ്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് കപ്പ് തുടങ്ങുകയാണ് 12-ാം തീയതി. ഫസ്റ്റ് കളി 12:30 AM. 12:30 AM. അപ്പോൾ 11-ാം തീയതിയാണ്. അതെ, 11-ാം തീയതി രാത്രി 12:30 മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും കൂടെ ഫസ്റ്റ് മാച്ച് തുടങ്ങുകയാണ് അതേ ദിവസം. പിന്നെ ഇത് അമേരിക്കൻ ടൈമാണ് കേട്ടോ, 7:00 രാവിലെ. പിന്നെ അടുത്ത കളി സൗത്ത് കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും കൂടെ ഉള്ള കളി. സോ വേൾഡ് കപ്പ് തുടങ്ങി 12-ാം തീയതി തലേദിവസം രാത്രി. 12-ാം തീയതി 3 സിനിമകളാണ് മെയിനായിട്ട് ഇറങ്ങുന്നത്. ഒന്ന് ഡിസ്ക്ലോഷർ ഡേ, സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ. ക്രിറ്റിക്സൊക്കെ ഓൾറെഡി കണ്ടു, പ്രീമിയർ ഷോ ഒക്കെ നടന്നു, വൻ അഭിപ്രായമാണ് എല്ലാവർക്കും. സോ അത് ഇറങ്ങുന്നുണ്ട്. പിന്നെ ബാക്ക് റൂംസ് മിക്സ്ഡ് ആണ്. ഒബ്സഷൻ പോലെ എല്ലാവരും വൻ അഭിപ്രായം എന്ന് പറയുന്നില്ല, പക്ഷേ ആ ഒരു ഇൻ്റർനെറ്റ് ലോറും മറ്റേതൊക്കെ ഉള്ള കഥ, ഇൻ്റർനെറ്റ് ഒരു പ്രൊഡക്റ്റാണല്ലോ ഇത്. കുറേ പേര് ഇരുന്ന് ഉണ്ടാക്കിയൊരു സാധനമായതുകൊണ്ട് കുറേ പേര് അത് നന്നായെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് പേര് നന്നായെന്ന് പറയുന്നുണ്ട്. എന്തോ കണ്ടിട്ട് തന്നെ പറയേണ്ടി വരും.
കുറേ പേര് അത്ര പോരാന്നൊക്കെ പറഞ്ഞു കേട്ടോ. സോ നല്ല കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒബ്സഷനും ഇതിനും നല്ല കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഹോളിവുഡിൽ എല്ലാവരും ഒന്ന് കിടുങ്ങിയിട്ടുണ്ട്. അത് വേണം അവർക്ക്, അത് വേണം, കിട്ടേണ്ടതാണ്. പിന്നെ സ്കാരി മൂവിൻ്റെ 5th ഇറങ്ങുന്നുണ്ട്. അതും വൻ കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഫസ്റ്റ് ഡേ 24 മില്യണോ. ചെറിയ മൂവിയാണ് അതൊക്കെ, ഇൻഡി മൂവി പോലത്തെ സാധനങ്ങളാണ്. എല്ലാവരും സ്പൂഫ് ചെയ്യണ പരിപാടിയാണല്ലോ. സോ അതൊന്ന് കാണുന്നുണ്ട്. അതിവിടെ ഇറങ്ങുമെന്തോ, കഴിഞ്ഞ ആഴ്ച ഇറങ്ങേണ്ടതാണത്. അത് വേറെ കോമഡി, കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അത് ഇറങ്ങിയേ കാണാം. പിന്നെ ജൂൺ 19 ബാലൻ ഇറങ്ങുന്നുണ്ട്, അതും ഒന്ന് നോട്ട് ചെയ്തോ. പിന്നെ 21 നമ്മുടെ ഹൗസ് ഓഫ് ദി ഡ്രാഗൻ്റെ 3rd സീസൺ ഇറക്കുന്നുണ്ട്. സോ ഇനി ഓരോ ആഴ്ച നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. സോ ഇതൊക്കെയാണ് ഇനി ഇറങ്ങാനുള്ള സീരീസുകളും സിനിമകളും. പിന്നെ OTTയിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന പേട്രേറ്റ് ഇറങ്ങിയതിൻ്റെ C5 വേൾഡ് കപ്പ്. പിന്നെ സുഖമാണ് അതിറങ്ങിയതിൻ്റെ പ്രൈം വീഡിയോയിൽ മറ്റേ മാത്യുവിൻ്റെയും മറ്റേ ആ ഒരു പെൺകുട്ടീൻ്റെ പേരുണ്ടല്ലോ, മറന്നുപോയി, ആ പെൺകുട്ടിയാണ്, അവരുടെയും സിനിമ ആണിത്. അപ്പോൾ അത്രയ്ക്കുള്ള OTT റിലീസ്. ഇനി വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇനി വേറെ കാര്യമായിട്ട് എന്തെങ്കിലും റീലിൽ നമുക്ക് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീക്സ് വീഡിയോ. സീ യു ഓൺ നെക്സ്റ്റ് വീക്ക്. ബൈ.